എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നിങ്ങൾ കാണുന്നത് വില്ലി വൈറ്റ് ടൂത്ത് പേസ്റ്റ് പ്രസൻസ് അമൃതവേണി ഹെയർ എലിക്സർ ഫ്ലവേഴ്സ് 1 കോടി. ചിലരുടെയൊക്കെ ജീവിതം പഠിച്ചു കഴിയുമ്പോഴാണ് അറിയുന്നത് നമ്മുടെയൊക്കെ ജീവിതം എത്രയോ ഭേദമാണെന്ന്. ഇന്നെന്റെ മത്സരാർത്ഥിയായി വരുന്ന ആൾ അസാധാരണമായ ആത്മവിശ്വാസമുള്ള ഒരു ഫുട്ബോൾ താരമാണ്. തന്റെ ജീവിതം ദുരിതത്തിനും കഷ്ടപ്പാടിനും നടുവിൽ വിധി പന്ത് തട്ടി കളിക്കും പോലെ കളിക്കുന്നതിനിടയിലും ആത്മവിശ്വാസം കൊണ്ട് മാത്രം മുന്നോട്ട് കുതിച്ച ആ ഫുട്ബോൾ താരം ആരെന്നറിയണ്ടേ? വരികയാണ് എറണാകുളം മരടിൽ നിന്ന് CV സീന. ജീവിതത്തിന്റെ മൈതാനങ്ങളിൽ ആഹ്ലാദത്തിരയുണർത്തുന്ന ഗാലറികളുടെ ആരവങ്ങളില്ലാതെ തനിച്ചു നിൽക്കുമ്പോഴും എറണാകുളം സ്വദേശിനി CV സീനയുടെ മനസ്സിൽ ഫുട്ബോൾ കേവലം ഒരു വിനോദത്തിനുമപ്പുറം ജീവിതത്തിന്റെ ഗോൾ പോസ്റ്റിലേക്ക് കുതിക്കാനുള്ള ഊർജമായിരുന്നു. പട്ടിണി മറക്കുവാൻ വേണ്ടി പന്ത് തട്ടിയ കുട്ടിക്കാലം പിന്നിട്ട് പുതിയ തലമുറയിലെ ഫുട്ബോൾ താരങ്ങൾക്ക് കായികരംഗത്തെ പ്രമുഖരോടൊപ്പം പരിശീലനം നൽകുന്ന തിരക്കിലാണിപ്പോൾ CV സീന. ഇന്ത്യൻ ബ്ലൈൻഡ് ഫുട്ബോൾ ടീമിന്റെ കോച്ചും ഗോൾ ഗൈഡുമായി സേവനമനുഷ്ഠിക്കുന്നുണ്ട് CV സീന. കഷ്ടപ്പാടുകളുടെ ജീവിത സാഹചര്യങ്ങളാണ് കാൽപന്ത് കളിയിലെ പെൺകരുത്താകുവാൻ സീനയ്ക്ക് പ്രേരണയും പ്രചോദനവുമായത്. ഇന്ത്യക്ക് വേണ്ടി ഇന്റർനാഷണൽ പ്ലെയറായി തിളങ്ങിയതിനു പുറമെ കേരള, കർണാടക, തമിഴ്നാട്, പശ്ചിമ ബംഗാൾ ടീമുകൾക്ക് വേണ്ടിയും ബൂട്ട് കെട്ടി ഗോൾ നേട്ടങ്ങളുടെ ക്രെഡിറ്റ് സ്വന്തം പേരിൽ കുറിച്ചിട്ടുണ്ട് KFA ഗോൾഡ് മെഡൽ ജേതാവ് കൂടിയായ CV സീന. കളിക്കളത്തിലെ നേട്ടങ്ങൾ GST ഡിപ്പാർട്ട്മെന്റിലെ ജോലിയിലേക്കും ഈ വനിതാ താരത്തിന് വഴിയൊരുക്കി. പ്രതിരോധ നിരയെ മറികടന്ന് ഗോൾ പോസ്റ്റിലേക്ക് കുതിക്കുന്ന കാൽപന്ത് കളിയുടെ കരുത്ത് സ്വന്തം ജീവിതത്തിന്റെ ലക്ഷ്യവും മാർഗവുമാക്കിയ വിജയഗാഥയുമായി CV സീന വരുന്നു ഫ്ലവേഴ്സ് 1 കോടിയുടെ വേദിയിലേക്ക്. നമസ്കാരം സീന. ഹായ് സീന, നമസ്കാരം. നമസ്കാരം സാറേ. ജീവിതമൊക്കെ ഇപ്പൊ എങ്ങനെ പോകുന്നു സീന? ഫുട്ബോൾ. അതാണ് ആദ്യം മുതൽ അവസാനം വരെയുള്ള കാര്യം. കളിക്കളത്തിലാണ് ജീവിതം. യെസ്. ഇത് എത്ര വയസ്സിൽ തുടങ്ങി? 11 വയസ്സിൽ. ഇപ്പോഴും കളി നടക്കുന്നുണ്ടല്ലോ? അതെ അതെ. ഇല്ലേ? അതെ. മാത്രമല്ല ഞാൻ കുറച്ച് കേട്ടിട്ടുണ്ട്. കേട്ടതൊക്കെ നല്ല വാർത്തകളാ. ലേഡി IM വിജയൻ എന്നാ കാര്യം അല്ലേ? അപ്പൊ ഇത് IM വിജയനും അറിയാമല്ലോ എങ്ങനെ പേരുണ്ട് നമുക്കൊന്ന്. IM വിജയനെ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ? അതെ. പരിചയം ബന്ധമൊക്കെ ഉണ്ടല്ലോ. എന്തോ അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം അതെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? അത് സംസാരിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിന് അറിയാം ഞാൻ അത്രയും സ്ട്രഗിൾ ചെയ്ത ഒരു ഫുട്ബോൾ പ്ലെയർ ആണെന്ന് അറിയാം. എനിക്ക് തോന്നുന്നു പുള്ളിക്കാരൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത ആളാന്ന് തോന്നുന്നു. അതെ അതെ അതെ. അപ്പൊ IM വിജയൻ എന്ന് പറഞ്ഞൊരു പേര് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നവരെ അയാളുടെ ജീവിതവും ദുരിതപർവമായിരുന്നു. അതെ അതെ അതെ. എനിക്ക് തോന്നുന്നു താങ്കൾക്ക് ദുരിതങ്ങളെ ഉണ്ടായിട്ടുള്ളൂ ജീവിതത്തിൽ അല്ലേ? അതെ അതെ. അപ്പൊ ജീവിതത്തിൽ ഒരു പച്ചപ്പിലേക്ക് കയറിയിട്ട് ഇപ്പൊ കുറച്ചു കാലമായോ? അതെ അതെ തീർച്ചയായിട്ടും. 2000 തുടങ്ങി. ഇപ്പൊ സർക്കാർ സർവീസിലുണ്ട്. ഉണ്ട്. GST. യെസ്. എവിടെയാ GST-യുടെ? GST തേവര. എനിക്കൊന്ന് കൂടെ ആരൊക്കെ വന്നിരിക്കുന്നത് അതോട് ചോദിച്ചിട്ട് നമുക്ക് ഡെപ്യൂട്ടി കമ്മീഷണർ വീണ മാഡം. പിന്നെ ഇൻസ്പെക്ടർ. മാഡത്തിന്റെ വീട് എവിടെ ശരിക്കും? ഞാൻ ആലങ്ങാട് താമസിക്കുന്നു. മൈഗ്രേറ്റഡ് ഫ്രം കോട്ടയം. മുഴുവൻ പേര്? വീണ കൃഷ്ണൻ പുതുക്കാട്ട്. വീണ കൃഷ്ണൻ പുതുക്കാട്ട്. അതെന്തോ എഴുത്തുകാരിയല്ലോ ആണോ ഇങ്ങനെ പേര് വരാൻ കാര്യം? വീട്ടുപേര് ചേർത്തിരുന്നു. പേരാണോ? അതെ അതെ. ഓക്കെ. കുറച്ചു കാലം എറണാകുളത്ത് സെറ്റിൽ ചെയ്തോ? എറണാകുളത്ത് സെറ്റിൽ ചെയ്തിട്ട് ഇപ്പോ 16 വർഷം കഴിഞ്ഞു. ഓക്കെ. താങ്കളോ? ഞാൻ പ്രീജ. ഞങ്ങൾ ഒരേ ഡിപ്പാർട്ട്മെന്റിലാണ്. GST. ഓക്കെ. ഞാൻ അസിസ്റ്റന്റ് സ്റ്റേറ്റ് ടാക്സ് ഓഫീസറാണ്. ഞാനിപ്പോ അങ്കമാലി ഓഫീസിലാണ് വർക്ക് ചെയ്യണത്. ഓക്കെ. നിങ്ങൾ ഒന്നിച്ചായിരുന്നു? ഒന്നിച്ച് ഞങ്ങളായിരുന്നു. ഇപ്പൊ 11 വർഷമായിട്ട് ഞങ്ങൾ കളിക്കളത്തിലല്ലോ? ഇല്ല. ഞങ്ങളല്ലാതെ അതെ ഞങ്ങളല്ലാതെ പരസ്പരം ചങ്കുകളായിട്ട് കഴിയണം. അതെ. അതെല്ലാവർക്കും ചങ്സ. ഡിപ്പാർട്ട്മെന്റ് സ്വത്താണ്. ഒരു പ്രസ്റ്റേജ് അല്ലേ? അതെ അതെ. താങ്കൾ? ഞാൻ ചേച്ചിയുടെ മകള്. എന്റെ പേര് മറിയാമ്മ. മോളെന്താ ചെയ്യുന്നേ? ഞാനിപ്പോ വെറുതെ ഇരിക്കണ്. മോഡൽ. ഇപ്പഴല്ലേ ഞാൻ ചോദിച്ചേ. മോഡലായിട്ട് പോണു. കാര്യങ്ങളൊക്കെ ഓക്കെ ആണോ? എവിടെയാ താമസിക്കുന്നേ? മരട്. അടുത്ത് തന്നെ ഉണ്ട്. ഒരുമിച്ചാണ്. ഓക്കെ. സ്പോർട്സിലാണോ താല്പര്യം? കളിയുണ്ടോ? ഇല്ല. അതെന്താ ഇവരെയും കൂടെ അതിനകത്ത് വരുത്താൻ എന്തായിരുന്നു? എന്റെ പോലത്തെ കളറാവണ്ടല്ലോ ഓർത്തിട്ട്. അതാണ്. നല്ല കളർഫുൾ അല്ലേ ഇപ്പൊ ലൈഫ്? പിന്നെ ഇപ്പൊ എന്താ പ്രശ്നം? ഇത്തിരി കളറായാലും തോന്നുന്നു. ഓക്കെ. ഞാൻ കേട്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് താങ്കളെ പോലെ ഒരുപാട്
ജീവിതത്തിൽ ബുദ്ധിമുട്ടൊക്കെ അനുഭവിച്ച ആളുകളെ അവരുടെ ജീവിതത്തിൽ ചില കുറുക്കുവഴികൾ കണ്ടുപിടിക്കുമല്ലോ. അതിലൊരു കുറുക്കുവഴിയായിരുന്നു വിശപ്പ് മറക്കാൻ താങ്കൾ ഫുട്ബോൾ കളിക്കാൻ തീരുമാനിച്ചത്. തീർച്ചയായിട്ടും. ഈ വിശപ്പ് മറക്കാൻ, പ്രത്യേകിച്ച് ആമാശയത്തെ മറക്കാൻ ഫുട്ബോൾ കളിച്ചാൽ എന്താ പ്രയോജനം എന്ന് ഞാൻ ചോദിക്കുന്നു. വിശപ്പില്ലാതാവൂ? വിശപ്പ് അറിയില്ല സാറേ. അറിയില്ല. ഫുട്ബോൾ അതെങ്ങനെയാ കളിച്ചാൽ തന്ത്രം? അതായത് നമ്മള് ഫുട്ബോളിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയാണത്. നമ്മൾ കളിക്കും തോറും നമ്മൾ കൂടുതൽ കൂടുതൽ ഗോൾ അടിക്കാനും ഒരാളെ ട്രിബിൾ ചെയ്യാനും അവരെ നമ്മൾ കബളിപ്പിച്ചൊരു ഗോൾ എടുക്കുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമാണ്. നമ്മൾ എപ്പോഴും ആ ഫുട്ബോളിൽ തന്നെ ആയിരിക്കും ഫോക്കസ്. അല്ല, അതിന്റെ സ്റ്റാമിന കാണും നമുക്ക് കളിച്ചു കയറാനുള്ള കാര്യം. വിശപ്പുള്ളി ഇങ്ങനെ കത്തിക്കാളുകയാണെങ്കിലേ അതറിയില്ല സാറേ. വിശപ്പ് അറിയില്ല. വിശപ്പ് മറ്റേ കളിയുടെ ആവശ്യമില്ല. അതെ അതെ. ഈ രഹസ്യം ആരെങ്കിലും പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? ഇല്ല, പറഞ്ഞു കൊടുത്തിട്ടില്ല. നമ്മുടെ ജീവിത സാഹചര്യം അതായിരുന്നു അല്ലേ? എന്തായിരുന്നു വീട്ടിലെ അവസ്ഥ? വീട്ടില് അമ്മയാണ് വളർത്തിയതല്ല മക്കളെ. അല്ല, അച്ഛനില്ലായിരുന്നോ? അച്ഛനുണ്ട്, പക്ഷെ അത് അച്ഛൻ വേറൊരു വിവാഹം കഴിച്ച് മാറിയായിരുന്നു. വളരെ താങ്കൾ ചെറിയ കുട്ടിയായിരുന്നു. എനിക്ക് 1 വയസ്സുള്ളപ്പോ തന്നെ. ഓക്കെ. അപ്പൊ പിന്നെ അച്ഛൻ എന്തെങ്കിലും ജോലിയൊക്കെ ഉള്ള ആളായിരുന്നു? അച്ഛൻ നേവൽ ബേസിലായിരുന്നു. എന്നിട്ട് അദ്ദേഹം പോയി അദ്ദേഹത്തിന്റെ വഴി കെട്ടി പോയോ? ഓക്കെ. പിന്നെ കണ്ടിട്ടുണ്ടോ അദ്ദേഹത്തെ? കണ്ടിട്ടുണ്ട്. ഒരു ലോഹി നിലനിർത്താൻ പറ്റിയിട്ടുണ്ടോ? കുഴപ്പമില്ല എന്ന് പറയാല്ലേ? ഓക്കെ. അപ്പൊ അദ്ദേഹം ഇപ്പൊ കുഴപ്പമില്ലാതെ ജീവിക്കുന്നു. എന്തായിരുന്നു ആ സംഭവം? അല്ല, അദ്ദേഹം മരിച്ചു 2000-ൽ മരിച്ചു. അപ്പൊ അദ്ദേഹത്തിന്റെ ആ ഏറ്റവും സങ്കടകര ഓർമ്മയാണല്ലോ നമ്മുടെ 1 വയസ്സിലൊക്കെ അച്ഛൻ ഇറങ്ങി പോവാന്ന് പറയുന്നത്. മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്നെ കാണണമെന്ന് പറഞ്ഞ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചായിരുന്നു. പോയി കണ്ടോ? ഞാൻ പോയി കണ്ടു. എന്താ പറഞ്ഞത്? അപ്പൊ കിടക്കുന്ന കിടപ്പ് തന്നെ ആയിരുന്നു അച്ഛൻ. ഇങ്ങനെ കണ്ണുനീരിങ്ങനെ 2 സൈഡിൽ കൂടി ഇങ്ങനെ വന്നത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അപ്പൊ അദ്ദേഹത്തിന് നല്ല വിഷമം ഉണ്ടായിരിക്കാം, നന്നായിട്ട് വിഷമിച്ചിട്ടാണ്. ഞാൻ പക്ഷെ മനസ്സുകൊണ്ട് ക്ഷമിച്ചു. കാരണം നമ്മളിവിടെ ഭൂമിയിൽ നിൽക്കാൻ അദ്ദേഹം കാരണമാണല്ലോ. അങ്ങനെ ക്ഷമിച്ചു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞോ? ഞാൻ പറഞ്ഞു സാരില്ല അച്ഛാ, പോട്ടെ, കുഴപ്പമില്ല എന്ന് പറഞ്ഞില്ല. അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കാൻ പറ്റുന്ന സ്റ്റേജ് ആയിരുന്നു? അപ്പോ കേൾക്കാമായിരുന്നു. അദ്ദേഹം കേട്ടു അല്ലേ? അപ്പൊ കൂടുതൽ കരഞ്ഞു കാണും അല്ലേ? കാര്യം മകള് മനസ്സിലാക്കുന്നു എന്നറിയുമ്പോൾ കൂടുതൽ, പ്രത്യേകിച്ച് 1 വയസ്സിലേക്ക് പോയെന്ന് പറഞ്ഞാൽ പിന്നെ ഇങ്ങോട്ടുള്ള കാലം മൊത്തം നമുക്ക് ദുരിതമായിരുന്നല്ലോ. തീർച്ചയായിട്ടും അല്ലേ? അതല്ല, അച്ഛനായിരുന്നു വീട്ടിലേക്ക് വരുമാന മാർഗം? അതെ അതെ. അല്ലെ, അമ്മയ്ക്ക് ജോലി ഉണ്ടായിരുന്നോ? ഇല്ല. നിങ്ങൾ എത്ര കുട്ടികളായിരുന്നു? 5 മക്കള്. 5 മക്കള്. താങ്കൾ എത്രാമത്തെ ആളാ? ഇളയത്. അപ്പൊ മൂത്ത ആള് ജോലി ചെയ്യുന്നുണ്ടായിരുന്നു? ചേട്ടന്മാര് ജോലിക്ക് പോകുന്നുണ്ടായിരുന്നു. ഈ അച്ഛൻ ഇറങ്ങിപ്പോയി. അപ്പൊ അമ്മയുടെ ശൂന്യത ആയിരിക്കുമല്ലോ. പിന്നെ ആലോചിച്ച് കഴിഞ്ഞാൽ പിള്ളേരെ വളർത്തുന്ന ചെറിയ കുട്ടികളല്ലേ? എല്ലാവരും ചെറിയ കുട്ടികളായിരിക്കും അല്ലേ? മൂത്ത ചേട്ടനെ എത്ര വയസ്സ് പ്രായമുണ്ട് അച്ഛൻ ഇറങ്ങി പോകുമ്പോ? വലിയ ചേട്ടന്മാരായിരുന്നു. ഞാൻ അവരുടെ ഏറ്റവും ഇളയത്. അപ്പൊ അമ്മ ജോലി ചെയ്യാൻ തീരുമാനം? അമ്മയ്ക്ക് ജോലി ഇല്ലായിരുന്നല്ലോ. അമ്മ പിന്നീട് ജോലി ചെയ്യാൻ തീരുമാനിച്ചു. എന്ത് ജോലിക്ക് പോയി അമ്മ? വീട്ടു ജോലിക്ക്. ആ ജോലി കിട്ടുന്ന പൈസ കൊണ്ട് നിങ്ങളെയൊക്കെ നോക്കി തെറ്റിപ്പോറ്റാൻ പറ്റുമായിരുന്നു? അതെ. അങ്ങനെ അത്രയൊന്നും കിട്ടൂല, അത്രയുള്ള എമൗണ്ട് ഒന്നും അല്ലല്ലോ അന്ന് കിട്ടുന്നത്. വളരെ തുച്ഛമായ കാശുകളാണ്. അമ്മ പക്ഷെ അതെല്ലാം കരുതി വെക്കുമായിരുന്നു. ഒരു വീടുണ്ടാക്കണം എന്നുള്ള ഒരു സ്വപ്നം. അന്ന് വീടില്ലായിരുന്നു? ഇല്ല. വാടക വീടായിരുന്നു? ഇല്ല, വാടക വീടായിരുന്നു. യഥാർത്ഥത്തില് അച്ഛനെ ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചെന്ന് പറഞ്ഞില്ലയോ? അവരെയും കൊണ്ട് പുള്ളി എവിടെയാ താമസിച്ചിരുന്നത്? അവിടുത്തെ നിങ്ങളുടെ കാഴ്ചവട്ടത്തിൽ തന്നെ ഉണ്ടായിരുന്നു? അവര് അവിടുത്തെ മക്കളെയും അമ്മ നോക്കിയിട്ടുണ്ട്. ആണോ? അല്ല, ഈ വൈഫുമായിട്ട്, പുതിയ വൈഫുമായിട്ട് നിങ്ങളുടെ വീട്ടിലേക്ക് അദ്ദേഹം വന്നിട്ടുണ്ട്? അത് ഏത് സാഹചര്യത്തിലായിരുന്നു? ഞാനൊക്കെ കുറച്ചും കൂടി വലുതായി കഴിഞ്ഞപ്പോ ഒരു ദിവസം അപ്പുറത്തെ അമ്മ ചോറൊക്കെ കൊടുത്ത് അപ്പുറത്തെ അച്ഛനെയും മറ്റേ അമ്മനെയും കൂടി ഭക്ഷണമൊക്കെ കൊടുത്തു മറ്റേ മുറിയിൽ എന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നത് ഞാൻ ഓർക്കുന്നുണ്ട്. അമ്മ വിഷമിച്ച് കിടക്കണം. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അമ്മ പക്ഷേ പ്രോപ്പറായിട്ട് സ്വീകരിച്ചു അല്ലേ? കാരണം അമ്മയ്ക്ക് ദൈവത്തിനോട് ക്ഷമിക്കാൻ പറ്റുമായിരുന്നു. കാരണം സാധാരണ ഒരു സ്ത്രീ ക്ഷമിക്കാത്ത കാര്യമാണല്ലോ. കാരണം ജീവിതത്തിന്റെ ഒരു പൊരിവെയിലിൽ നിൽക്കുന്ന ഒരാളിനെ ഉച്ചവെയിലിൽ ഇറങ്ങിപ്പോയെന്ന് പറഞ്ഞോലാണല്ലോ അങ്ങ് ഇറങ്ങിപ്പോയത്. ഇദ്ദേഹത്തിന് ഒരു സുഖാന്വേഷി എന്നുള്ള നിലയിൽ പോയതാണോ എന്ന് ആലോചിക്കുമ്പോൾ അതോ അദ്ദേഹത്തിന്റെ അഭിപ്രായ വ്യത്യാസമായിരുന്നു വീട്ടിലെ? ചിലപ്പോ ചിലവരുടെ നേച്ചർ അങ്ങനെ ഇരിക്കും സാറേ. അമ്മയ്ക്ക് വേറെ എന്താ പറയാ ആശ്രയം വേറെ ഇല്ല. അച്ഛൻ ഇനി വല്ലപ്പോഴാണെങ്കിൽ പോലും അച്ഛന്റെ സാലറി വല്ലതും തന്നാലോ എന്നുള്ള പ്രതീക്ഷിച്ചിട്ട് അമ്മ ചിലപ്പോ എല്ലാം ക്ഷമിച്ചിട്ടുണ്ടാവണം. ഒരു സ്ത്രീ എന്നുള്ള എന്റെ അമ്മേനെ കുറിച്ച് പറയണമെങ്കിൽ തീർച്ചയായിട്ടും വളരെ ക്ഷമയുള്ള ഒരു സ്ത്രീയാണ്. അമ്മക്ക് ഭയങ്കര ക്ഷമാശീലം ഭയങ്കര കൂടുതലാണ്. എന്നെ എന്തും സഹിക്കും. ഞാൻ ഓർക്കുന്നത് ആ ഒരു മൂമെന്റ്സ് ഒക്കെയാണ്. കാരണം അമ്മക്ക് ഇത്രയും വിഷമം എങ്ങനെ സഹിക്കാൻ പറ്റിയെന്ന് ഞാൻ ഈ പ്രായത്തിൽ നിന്ന് ആലോചിക്കുമ്പോൾ ഭയങ്കര ഒരു പ്രയാസം തോന്നുന്ന സന്ദർഭങ്ങളായിരുന്നു അത്. മറ്റുള്ള സ്ത്രീകൾ എല്ലാം ക്ഷമിക്കും, ചിലപ്പോ ഒരാളെ കൊന്നെന്ന് പറഞ്ഞാലും ക്ഷമിക്കും. പക്ഷെ ഈ ഒരു ബന്ധം ഒരു സ്ത്രീകളും സഹിക്കില്ല. അപ്പൊ അതെങ്ങനെ അമ്മ സഹിച്ചു എന്ന് ഞാൻ ഈ പ്രായത്തിൽ ഓർക്കുമ്പോൾ എനിക്ക് കൂടുതൽ അമ്മേനോട് ഭയങ്കര ഒരുതരം പ്രേമം തോന്നും. അത്ര ഇഷ്ടം തോന്നുന്നു നമുക്ക് കൂടുതൽ. അമ്മ എന്തെങ്കിലും ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടോ? ചില ദിവസങ്ങളിൽ സംസാരിച്ചിട്ടുണ്ട്. കുഞ്ഞായിരുന്നെങ്കിലും പറയുമായിരുന്നു. അമ്മയ്ക്ക് ഏറ്റവും അമ്മ വിഷമിപ്പിച്ച കാര്യം എന്തായിരുന്നു? ഈ അച്ഛന്റെ ഈ
പരിപാടിയിൽ പ്രവൃത്തികൾ തന്നെ. ആ, പിന്നെ ഈ- അച്ഛൻ ഭയങ്കര ഒരു ക്രൂര മനോഭാവമായിരുന്നു. എപ്പോഴും കുട്ടികളോട് കാണുമ്പോ തന്നെ ആമ്പിള്ളേർ ഓടിക്കളയും, അല്ലെങ്കിൽ അച്ഛനും തല്ലുമായിരുന്നു. ആ. ഓടിച്ചിട്ട് തല്ലും, എല്ലാവരെയും തല്ലും, കാരണമൊന്നും വേണ്ട. ഒരു കാരണം വേണ്ട, തല്ലും. അപ്പൊ എന്നെയും എടുത്തിട്ട് അമ്മ ഓടി, ആ, എന്നെയും എടുത്തിട്ട് ഓടിയിട്ട് ചേച്ചി മാത്രമായി ഇപ്പൊ റൂമില്. ആ, അപ്പൊ ചേച്ചിനൊന്നും ചെയ്തിട്ടില്ല. ഉം. പക്ഷെ അമ്മ എന്നെ എടുത്തിട്ട് ഓടിയിട്ട് ഞങ്ങള് ഒരു കുമാരനാശാൻ ഭാഗവതർ എന്ന് പറഞ്ഞ ഒരു അദ്ദേഹത്തിന്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത്. അപ്പൊ അതിന്റെ പുറകു വശത്തെ പറമ്പില് അമ്മ നേരം വെളുക്കണം അമ്മയുടെ തോർത്ത് ഇങ്ങനെ എന്നെ ആ കാട്ടില് വിരിച്ചിട്ട് അമ്മ എന്നെ ആ തോർത്തില് അമ്മ എന്നെ കിടത്തിയിട്ട് ഒരു നേരം വെളുപ്പിച്ചിട്ടുണ്ടല്ലേ? 5 മണി വരെ നേരം വിളിപ്പിച്ചു. കാരണം അച്ഛന്റെ ഉള്ളിൽ കിടക്കണത് തീരണത് വരെ അമ്മ കാട്ടില്. മദ്യം കഴിച്ചിട്ടാണോ ഇതൊക്കെ ചെയ്യുന്നത്? അതെ. ആ. അപ്പൊ അങ്ങനെ തല്ലുമായിരുന്നു, അമ്മേനെയും തല്ലുമായിരുന്നു. അത്രേ അമ്മ ആ തല്ല് പേടിച്ച് എന്നെ എടുത്തിട്ട് ഓടിയിട്ടുണ്ട്. അപ്പൊ ഈ മദ്യം കഴിച്ചിട്ടുള്ള ദിവസങ്ങളിലൊക്കെ ഇതായിരുന്നു ആ ചിത്രം അല്ലേ? അതെ. അപ്പൊ ഇതിനിടയിൽ വെച്ചിട്ടാണ് പുള്ളി ഇറങ്ങിപ്പോയത്. അതെ. ഈ 1 വയസ്സിൽ ഈ പുള്ളി പോയതിനു ശേഷം എപ്പോഴെങ്കിലും നിങ്ങളുടെ കാര്യങ്ങൾ പുള്ളി അന്വേഷിച്ചിട്ടുണ്ടോ? എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെ ജീവിതം എങ്ങനെയാണ്? അന്വേഷിക്കട്ടില്ല. ഇല്ല. അമ്മ അങ്ങോട്ട് ചെല്ലും. സാലറി ഒക്കെ കിട്ടാറാവുമ്പോ അമ്മ ഒരു പ്രാവശ്യം ഞാൻ 2ൽ പഠിക്കുമ്പോഴാന്ന് തോന്നുന്നുണ്ട് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് വരാന്ന് പറഞ്ഞ് നടക്കണം, ചളിക്കവട്ടത്തുനിന്ന് നടക്കണം, ബേസിൽ നടക്കണം. ആ. അപ്പൊ ഉള്ളിൽ കൂടി കയറി നടന്ന് ചെന്നിട്ടുണ്ട് അച്ഛൻ്റെ അടുത്ത്. ഇത്തിരി പൈസ എന്തെങ്കിലും താന്ന് പറഞ്ഞുണ്ട്. എന്നിട്ട് അമ്മനെ വെറും കൈയോടെ വിട്ട ദിവസങ്ങളൊക്കെ ഓർക്കുന്നുണ്ട്. ഉം. അത്രയും പ്രയാസപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാം അമ്മ ക്ഷമിച്ചു അല്ലേ? അതെ. വല്ലാത്ത സഹനശക്തി ഉണ്ട്. അതെ. ആ അമ്മയുടെ വഴിക്കാണോ മകളും? കൊറേയൊക്കെ ഉണ്ട്. അത് അമ്മയുടെ അത്ര ഇല്ല. ഇല്ല. ഞാൻ എന്തെങ്കിലും കണ്ട പ്രതികരിച്ചു പോകും, ആണോ? റിയാക്ട് പെട്ടെന്ന് ചെയ്യും? റിയാക്ട് ചെയ്യും. അങ്ങനെ എല്ലാത്തിനും അല്ല, എനിക്ക് ഭയങ്കര പ്രതികരണം ഉണ്ട്. പെട്ടെന്ന് ദേഷ്യം വരും. ഗ്രൗണ്ടിൽ ഞാൻ എപ്പോഴും ഭയങ്കര എന്താ പറയാ സ്ട്രോങ് ആയിട്ട് തന്നെ നിൽക്കും. ആ. കളിയുടെ സ്റ്റാർട്ടിങ് തുടങ്ങി എൻഡ് വരെ ഞാൻ ഒരേ സ്പേസിൽ നിൽക്കും അല്ലേ? സ്പേസിൽ നിൽക്കും. അതിന്റെ ഒരു രഹസ്യം എന്താണ്? അത് എന്താണെന്ന് സാധാരണ ഈ മൂർധന്യത്തിൽ എടുക്കുമ്പോൾ നമ്മുടെ ഊർജ്ജമൊക്കെ കുറച്ച് ചോർന്നു പോകാൻ സാധ്യത ഉണ്ടല്ലോ. ജയിക്കണം എന്നുള്ള ഭയങ്കര വാശി. വാശി. അത് ഈ പരാജയങ്ങളെ ഒരുപാട് ഏറ്റുവാങ്ങിക്കൊണ്ടായിരിക്കും അല്ലേ? സായത് അല്ലേ? ചിലപ്പോൾ. ഓക്കെ, നമുക്ക് ഇനി മത്സരത്തിലേക്ക് പോവാം. ആയിക്കോട്ടെ. 2 രീതിയിൽ നമുക്കിവിടെ മത്സരിക്കാം. ഇനിയാണ് നിങ്ങളുടെ ഊഴം വരുന്നത്. അപ്പൊ ഇവിടെ ചില ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാതെ ഉഴലുമ്പോ നമ്മൾ അങ്ങോട്ട് വരും. അപ്പൊ നമുക്ക് 10 ചോദ്യങ്ങൾ കൊണ്ട് 1 കോടിയിലെത്താം. 20 ചോദ്യങ്ങൾ വഴി മരട് വഴി അങ്ങ് എത്താം. ഏതാ വേണ്ടത്? 20 മതി. 20 മതി, 10 വേണ്ട അല്ലേ? അല്ലെ, താങ്കൾ ഈ കണക്കാരായല്ലേ? കുതിപ്പ് കൂടുതലുള്ള ആളായതുകൊണ്ട് അല്ല ഞാൻ സാറേ. 10ൽ തകർക്കാന്ന് പെട്ടെന്ന് വേണ്ടല്ലേ? പൈസ വേണ്ട. ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് ആദ്യത്തെ ചോദ്യത്തിലേക്ക് പോയാലോ? 10,000 രൂപയുടെ ചോദ്യമാണ്. 10,000 റുപ്പീസ്. കുട്ടേട്ടനെ പരിചയപ്പെട്ടല്ലോ. അതെ. ഇതാണ് കുട്ടേട്ടൻ. പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ അല്ല, പക്ഷേ പാട്ടുകാരനാണ്. അതെ. നമസ്കാരം സീന. നമസ്കാരം. താങ്കളെ കുറിച്ച് കുറേ കാര്യങ്ങൾ കുട്ടേട്ടൻ അറിഞ്ഞു വെച്ചിട്ടുണ്ട്. താങ്ക് യു വെരി മച്ച്. കുട്ടിക്കാലത്ത് താങ്കൾക്ക് ലവ് ലെറ്റർ തന്നാൽ അവർക്ക് ഇടിമേടിച്ചു കൊടുക്കും എന്നെല്ലാം കുട്ടേട്ടൻ അറിയാം. അങ്ങനെ ഉണ്ടായിരുന്നോ? അങ്ങനെ ഒരു ചെറിയ സംഭവം ഇല്ല. ഉണ്ടോ? ഇല്ല, കുട്ടേട്ടൻ ഇതൊക്കെ അറിഞ്ഞല്ലേ? ആ, കുട്ടേട്ടൻ ഇങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ ഒരുപാട് അറിഞ്ഞു വയ്ക്കും. അതാണ് ഈ റോബോട്ട് ആണെങ്കിലും മനുഷ്യന്റെ സ്വഭാവമാണെന്ന് ഉള്ളതാണ്. ഓക്കെ, അപ്പം എന്തായിരുന്നു അത് സംഭവം? സാറേ അങ്ങനെയല്ല, ഒരു 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഒരു പുള്ളി വെള്ളയൊക്കെ ഇട്ട് വന്നിട്ട് റോട്ടിൽ വന്ന് കത്ത് കയ്യിലോട്ട് വന്നിട്ട് ഇത് എന്താണെന്നും കൂടി നോക്കുന്നതിന് മുമ്പ് ഞാൻ പേടിച്ചു പോയി. ആ. അപ്പൊ പ്രേമലേഖനാണ്. പ്രേമമാണ്. കാരണം കുറെ ദിവസമായി ആ വഴിയിൽ നടക്കുന്നുണ്ട്, തെക്കോടെ നടക്കുന്നുണ്ട്. ആ, വെള്ളം ഇട്ട് വരുന്നവരെ സൂക്ഷിക്കണം അല്ലേ? ഓക്കെ. ഞാനിത് വായിച്ചു പോലും നോക്കാതെ ചേട്ടന്റെ കൊടുത്ത്, ചേട്ടൻ ആ വെള്ളയൊക്കെ ചുവപ്പ് കളറാക്കി കൊടുത്തു വിട്ട് ഇടിച്ച് മണ്ണിലിട്ടൊക്കെ ഉരുട്ടി. ഇനി മേലെ എന്റെ എന്തായിരുന്നു എഴുതി വെച്ചിരുന്നേ? അപ്പൊ എന്തെങ്കിലും ആയിരിക്കുമല്ല. ഇടിയുടെ ആഘാതം വെച്ച് നോക്കുമ്പോ എന്തായാലും കാണും. ഞാൻ വായിച്ചിട്ട് കൊടുത്താൽ മതിയായിരുന്നു. മതിയായിരുന്നു, ഇടി കുറഞ്ഞേനെ അല്ലേ? ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് 10,000 രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. റുപ്പീസ് 10,000. മോണിറ്റർ പ്ലീസ്. അപ്പൊ ഞാൻ ഒരു ഇമേജ് കാണിച്ചു തരാം. ഏത് ഫ്രഞ്ച് താരമാണ് 2006 ഫുട്ബോൾ ലോകകപ്പ് ഫൈനലിൽ ഇറ്റാലിയൻ താരമായ മാർക്കോ മറ്ററാസിയെ തന്റെ തല കൊണ്ട് ഇടിച്ചിട്ടത്? ഓപ്ഷൻ എ സിനദിൻ സിദാൻ, ഓപ്ഷൻ ബി ഒളിവിയർ ജിറൂഡ്, ഓപ്ഷൻ സി ഹ്യൂഗോ ലോറിസ്, ഓപ്ഷൻ ഡി മിഷേൽ പ്ലാറ്റിനി. സാറേ, ഞാൻ ഈ ഒരു ഇൻസിഡൻസ് ഞാൻ കുട്ടികൾക്ക് ക്ലാസ് എടുക്കാറുണ്ട്. ഇത് കാണിച്ചിട്ടോ? കാരണം ഞാൻ പറയാറുള്ളത്, നമ്മളെ പ്രകോപിപ്പിക്കുമ്പോൾ അവര് നമ്മൾ ദ്രോഹിക്കാൻ വേണ്ടി തന്നെയാണ് അവർ അങ്ങനെ ചെയ്യണത്. കാരണം നമ്മളെ പുറത്തു കളയുക എന്നുള്ളത് അവരുടെ ലക്ഷ്യം. അപ്പോ അങ്ങനെ ഇത്രയും സീനിയറായ ഈ കളിക്കാരൻ എന്താ മനസ്സിലാകാത്തത്? താങ്കൾ പറഞ്ഞ പാഠം അദ്ദേഹം ഒത്തിരി തവണ ക്ഷമിച്ചിട്ടുണ്ടാവും. ആരാണ് ഈ അദ്ദേഹം? അതാണ് ഇപ്പൊ ഉത്തരം. സിദാൻ. ഓക്കെ, സിനദിൻ സിദാനാണ് ഇടിച്ചു പറ്റിച്ചത് എന്തായാലും. ഓക്കെ, അത് മാത്രമല്ല തലകൊണ്ടാ ഇടിക്കുന്നത് കണ്ട് ലോകം അമ്പരന്ന് പോയി. ഒറ്റയ്ക്ക് വീണ്. ഓപ്ഷൻ എ ഞാൻ പൂട്ടുന്നു. അപ്പൊ താങ്കൾക്ക് 10,000 രൂപ കിട്ടിയിട്ടുണ്ട്. വെൽ ഡൺ. ഗോൾ അടിച്ചു. 10,000ന്റെ ഗോൾ. താങ്കളുടെ കുട്ടിക്കാലം, അതായത് ഈ അച്ഛൻ പോയതിനു ശേഷമൊക്കെ
ജീവിതത്തിൽ ഒരുപാട് പട്ടിണിയൊക്കെ സഹിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരുപാട് ചേട്ടന്മാര് ഒരുമിക്ക ദിവസവും ദൂരെ എവിടെയെങ്കിലും ഒക്കെ ആയിരിക്കും, വീട്ടിലോട്ട് വരാറില്ല. ഇല്ല. അപ്പൊ അമ്മ ഞങ്ങളെ വളർത്താൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഭക്ഷണത്തിനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു ആ കാലം? ഒത്തിരി പട്ടിണി കിടന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മളുടെ തലമുറകൾ ഇതെങ്കിലും കേട്ടിട്ട് പട്ടിണി എന്താണെന്ന് മനസ്സിലാക്കട്ടെ എന്ന് ഓർത്ത് മാത്രം പറയണതാണ് സാറേ. പക്ഷെ ഇപ്പം ഞാൻ ഇപ്പോഴും ഓർക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാല് ഒരുപാട് തവണകള് നമ്മള് വിശപ്പ് സഹിക്കാൻ പറ്റാതിരുന്നിട്ടുള്ള ദിവസങ്ങളുണ്ട്. അമ്മ വരണവരെയും വെയിറ്റ് ചെയ്യും. കാലത്ത് അമ്മ പോകണതായിരിക്കും, വൈകുന്നേരം അമ്മ വരുമ്പോ എന്തെങ്കിലും കൊണ്ടുവരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മളിങ്ങനെ നോക്കി ഇരുന്നിരുന്ന് ഉറങ്ങിപ്പോയിട്ടുണ്ട്. അല്ല, എനിക്ക് തോന്നുന്നത് താങ്കൾ എല്ലാ കാര്യങ്ങളും പറയണം. കാരണം എന്താ പറയുക, ഇപ്പം നമ്മളിപ്പോൾ പുതിയ തലമുറ അവർക്കിപ്പം ഒരുപാട് ഭക്ഷണം കഴിക്കാനുള്ള സാഹചര്യം ഉണ്ടാകും, ഒരുപാട് ഭക്ഷണം വേസ്റ്റ് ആക്കും, പൈപ്പിന്റെ വെള്ളത്തിന്റെ പൈപ്പ് വാട്ടർ പൈപ്പ് തുറന്നു വിടും. അങ്ങനെ ഒരുപാട് ധാരാളിത്തത്തിന്റെ നടുവിൽ വളരുന്ന ഒരു തലമുറയിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അവർക്ക് ഇങ്ങനൊരു കാര്യം ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം പട്ടിണി കിടന്ന് കമന്ന് കിടന്നു, ഫുട്ബോൾ കളിക്കാൻ പോയി വിശപ്പ് മറക്കാൻ. അവർ കാണുന്നതിനപ്പുറമേ ഒരു ജീവിതം ഇങ്ങനെയുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി താങ്കളെല്ലാം പറയണം. കാര്യം അതുകൊണ്ട് എനിക്കൊന്ന് എല്ലാവരെയും നമുക്ക് ഉപദേശിച്ച് നേരെയാക്കാൻ പറ്റില്ലെങ്കിൽ പോലും ചിലപ്പോൾ അവരിൽ അതൊരു പ്രതിഫലനം ഉണ്ടാക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ശരിയാ സാറേ. സാറിപ്പോ പറയുമ്പോ ഞാൻ ഓർക്കുന്ന ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞാല്, ഒരു ദിവസം അപ്പൊ അമ്മ മരിച്ചതിന് ശേഷമുള്ള ഒരു സംഭവമാണത്. അത് കാരണം നമുക്ക് നല്ല കാറ്റും മഴയും ഇതേപോലെ തന്നെ ഒരു പ്രളയം പോലത്തെ ഒരു അവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു. ഒരു 6 ദിവസം നീണ്ടു നിന്ന മഴയും കാറ്റത്ത് ചെറിയൊരു ഓലപ്പരയായിരുന്നു. അത് കംപ്ലീറ്റ് ഒഴുകി എല്ലാം പോയിട്ട് ഞാനൊരു മേശപ്പുറത്ത് ഞാനൊരു 6 ദിവസം പട്ടിണി കിടന്നിട്ടുണ്ട്. അങ്ങനെ വന്നാൽ ഞാൻ എൻ്റെ ഒരു റിലേഷനിൽപ്പെട്ട ഒരു അജി എന്ന് പറഞ്ഞ കുട്ടി വന്നിട്ട്, നീ എന്തിനും ഇവിടെ പട്ടിണി കിടക്കണേന്ന് പറഞ്ഞ് എന്നെ വിളിച്ചോണ്ട് പോയതാ ശരിക്കും ഞാൻ ഫുട്ബോളിലോട്ട് എന്തെങ്കിലും ആയി തീർന്നത്. അദ്ദേഹം എന്നെ വിളിച്ചോണ്ട് പോയി, അവരുടെ വീട്ടിൽ താമസിപ്പിച്ചു, ഭക്ഷണം തന്നു, കളിക്കാൻ വിട്ടു, കളിക്കാൻ കൊണ്ടുപോയി. അല്ലെങ്കിൽ ഒരു പക്ഷേ എന്നെ മുന്നിൽ നിൽക്കുന്ന ഫുട്ബോളർ ഉണ്ടാകത്തില്ലായിരുന്നു. നമുക്ക് വളരാനൊരു സാഹചര്യം, ഒരു എന്താ വഴി കാണിച്ചു തരാനായിട്ട് പറ്റിയത് അതാണ്. താങ്കൾ 4ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അമ്മയെ കാണാതെ തെരഞ്ഞു പോയപ്പോ കണ്ടൊരു സംഭവം ഉണ്ടല്ലോ. അതെ 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 അല്ലേ, കല്യാണ വീട്ടിൽ പോയത്? അതെ. എന്തായിരുന്നു അത്? അമ്മനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്കൂളിൽ പോയി വന്നു കഴിഞ്ഞാൽ അമ്മനെ എനിക്ക് കാണണം, എപ്പോഴും അന്വേഷിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ അമ്മനെ വെറുതെ ഒന്ന് കണ്ടാൽ മതി. കണ്ടു കഴിഞ്ഞാൽ പിന്നെ അമ്മ അവിടെ ഉണ്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ ഞാൻ പറമ്പിൽ കളിക്കാൻ പോകും. പക്ഷെ അമ്മനെ കാണാതെ വന്നപ്പോൾ ഞാൻ അടുത്ത വീട്ടിൽ ചോദിച്ചു, അമ്മനെ കണ്ടാന്ന് ചോദിച്ചു. അപ്പൊ അവിടുത്തെ അടുത്ത വീട്ടിലെ ചേച്ചി പറഞ്ഞു, ഇങ്ങനെ ഒരു കല്യാണ വീടുണ്ട്, നല്ല ഡ്രസ്സ് ഇട്ടുണ്ട് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ കൂട്ടത്തിൽ കൊള്ളാവുന്ന ഒരു ഡ്രസ്സൊക്കെ ഇട്ടുണ്ട് ഞാൻ അമ്മനെ കാണാൻ വേണ്ടി ചെന്നു. അപ്പൊ സന്ധ്യ ആയിട്ടുണ്ട്. അവിടെ ചെന്നപ്പോ അമ്മനെ അവിടെ കണ്ടില്ല. കുറെ സ്ഥലത്ത് നോക്കിച്ചു അമ്മനെ കാണാതെ വന്നപ്പോ ഞാൻ പുറകുവശത്ത് നോക്കിയപ്പോ അമ്മ ഇങ്ങനെ കുറെ കൂമ്പാരം പോലെ ഇട്ടേക്കണ പാത്രങ്ങൾ കഴുകിക്കൊണ്ടിരിക്കണേണ് അമ്മ. എനിക്ക് അമ്മനെ കണ്ടപ്പോൾ ഒരു സന്തോഷം തോന്നി. ആ അമ്മ അത്രയും കൂട്ടത്തിൽ ആ പാത്രങ്ങളുടെ ഉള്ളിലുള്ള വേസ്റ്റ്, അതായത് ചോറ് പറ്റാത്ത കുറച്ച് ഇറച്ചി പീസൊക്കെ എടുത്ത് കുടഞ്ഞൊരു വാഴല വെട്ടിയിട്ട് അതിൽ പെറുക്കി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ വേസ്റ്റിൽ നിന്നാണ് ആ എടുത്ത് വെച്ചേക്കണത്. പക്ഷെ എന്നെ കണ്ടപ്പോൾ അമ്മക്ക് ഭയങ്കര അങ്ങോട്ട് സന്തോഷമായി. അപ്പൊ അമ്മ ഇങ്ങനെ വിളിച്ചു, വാ മോനിങ്ങ വാ എന്ന് പറഞ്ഞ് വിളിച്ച്. അപ്പൊ ഞാൻ ചെന്നപ്പോ പറഞ്ഞ് വാഴല എടുത്ത് കയ്യിലോട്ട് വന്നിട്ട് പറഞ്ഞ്, മോൻ കഴിച്ചോട്ടോ, വയറിറച്ചി കഴിച്ചു, എന്നിട്ട് ചേട്ടന്മാർക്കും കൊടുക്കണോട്ടോ, കൊണ്ട് വീട്ടിൽ വെച്ചോന്നും പറഞ്ഞ്. അങ്ങനെയൊക്കെ ഒന്ന് വിളിച്ച് നമുക്ക് തരാൻ നമുക്കത് അമ്മമാർക്ക് മാത്രമേ പറ്റുള്ളൂ. അത് എന്തിന്നാണെങ്കിലും നമുക്ക് പെറുക്കി കാത്തു സൂക്ഷിച്ച് തരാൻ നമ്മുടെ അമ്മമാർക്ക് അതിനൊരു പ്രത്യേക കഴിവാണ്. ഒരു പക്ഷേ എനിക്കൊന്ന് ഈ താങ്കൾ ചെല്ലുന്നതിന് മുമ്പ് തന്നെ ഈ വേസ്റ്റ് നിന്നൊക്കെയുള്ള സാധനം പറക്കി കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുകയല്ലേ അമ്മ തരാൻ വേണ്ടി? അമ്മയ്ക്ക് അറിയാം അല്ലേ? അതെ, കൊടുക്കേണ്ടി വരും. അതെ, അതിനായിരിക്കും അമ്മ പറഞ്ഞത്, സ്കൂളിൽ നിന്ന് വരുമ്പോ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞത് ചിലപ്പോൾ അതിനായിരിക്കും. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ ആഗ്രഹം, അല്ല അമ്മയുടെ ആഗ്രഹം എന്തായിരുന്നു? കാര്യം സ്വന്തമായിട്ട് വീടില്ല, വരുമാന മാർഗമില്ല, ഇതുപോലെയുള്ള പാത്രമൊക്കെ കഴിയുള്ള ജീവിതമായിരുന്നു. അമ്മക്ക് എല്ലാ അമ്മമാരെ പോലെ മക്കളെല്ലാരും നന്നായിട്ട് പഠിച്ച് നല്ല ജോലി മേടിച്ച് നല്ല വീട് വെച്ച് സുഖമായിട്ട് അച്ഛനെക്കാളും നല്ല രീതിയിൽ മക്കള് നല്ല ജോലിയൊക്കെ വാങ്ങി ജീവിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നിരിക്കാം. അത്യാവശ്യം ഭക്ഷണം കാശ് കൊടുത്ത് വാങ്ങിച്ച് കഴിക്കാൻ പറ്റുന്ന പരുവത്തിൽ അമ്മ ഇതൊക്കെ കണ്ടോ? താങ്കളുടെ മാറ്റമൊക്കെ ഈ ലേഡി അയ്യം വിജയൻ അതിനുശേഷം അമ്മ കണ്ടോ? ഇല്ല, അമ്മക്ക് എപ്പോഴും എന്നെ കൊണ്ട് പരാതിയായിരുന്നു. അടുത്ത വീട്ടിലെ ആൺകുട്ടികളെയൊക്കെ നല്ല ഇടിയൊക്കെ ഇടിച്ച് ചോരയൊക്കെ വരുത്തി കംപ്ലൈന്റ് ആണ് എപ്പോഴും. അക്രമം ഉണ്ടായി, കംപ്ലൈന്റ് ആണ് എപ്പോഴും. അടുത്ത വീട്ടിലെ ആൾക്കാരെ എപ്പോഴും വൈകുന്നേരം ആകുമ്പോ അമ്മനെ കാണാൻ വരും ആരെങ്കിലും ഒരാളെ. നമുക്ക് ഉള്ളിലുള്ള ഫ്രസ്ട്രേഷൻ ആൾക്കാരോട് ചെലവാക്കുന്നതാണ്. അല്ല, കളിക്കുമ്പോ അവരെന്നെ പെണ്ണാണെന്നുള്ള രീതിയിൽ അവരെന്നെ ശരിക്കും ചോദിക്കും. അപ്പൊ ഞാൻ തിരിച്ചിടിക്കും. ഞാൻ ഒന്നും ഈ പെൺകുട്ടികളെ കളിക്കളത്തിൽ ഇറങ്ങുന്ന ആൾക്കാർക്ക് താല്പര്യമില്ലേ? ഇല്ലായിരിക്കാം. ഇല്ല, അതുകൊണ്ട് അവര് അപ്പൊ ഞാൻ നല്ല ഇടിയൊക്കെ വെച്ച് കൊടുക്കും. ഞാൻ ഇടിക്കുമ്പോ എന്തെങ്കിലും കല്ലൊക്കെ എടുത്തിടിക്കും. ചിലപ്പോ നമ്മളുടെ സാഹചര്യം കൊണ്ട് നമ്മള് ആയിരിക്കാം. ഇപ്പൊ നമ്മളൊരു കുട്ടികളെ നമ്മളങ്ങനെ ഒരു ഇതിലല്ല പഠിപ്പിക്കുന്നത്, എല്ലാം നല്ല രീതിയിലാണ്. പക്ഷെ അതിലോട്ട് എത്താൻ നമ്മ ഒരുപാട് സമയമെടുത്ത് കാലങ്ങൾ മനസ്സിലാക്കി തരാൻ. ഈ വീട് ചോർച്ചയുള്ള വീടായിരുന്നു. അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു, ഒരു തോരാത്ത വീടൊക്കെ വേണം, കുട്ടികൾ നന്നായിട്ട് പഠിക്കണം. അതെ അതെ അല്ലേ? അതൊക്കെ എന്തെങ്കിലും നിറവേറ്റിയോ ജീവിതത്തില്?
ഞാൻ വലുതാകുമ്പോ അമ്മേനെ പൊന്നൂല നോക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഞാൻ വലുതായി വന്നപ്പോഴത്തേക്ക് അമ്മ മരിച്ചുപോയി. അമ്മ എത്രാമത്തെ വയസ്സിൽ മരിച്ചു? ഞാൻ 8ൽ പഠിക്കുമ്പോൾ മരിച്ചു. ഓ, വളരെ നേരത്തെ തന്നെ മരിച്ചു. എന്താ അമ്മയ്ക്ക് എന്തെങ്കിലും വയ്യായിക അതെ ഉണ്ടായിരുന്നു? അതെ, അച്ഛൻ നല്ലോണം തല്ലുമായിരുന്നു, ഞാൻ പറഞ്ഞില്ലേ, മർദ്ദനം ഉണ്ടായിരുന്നു അല്ലേ? അതെ. അപ്പൊ അതിൽ നിന്നും കുറെ കാര്യങ്ങൾ അമ്മക്ക് കിട്ടിയിട്ടുണ്ടാവണം. അമ്മ ഹോസ്പിറ്റലിൽ കിടന്ന് കുറച്ച് വയ്യാതെയാണോ മരിച്ചത്. അപ്പൊ ഈ മഴയൊക്കെ വരുന്ന രാത്രികളിൽ നിങ്ങൾ എന്ത് ചെയ്യും? കാര്യം ഇദ്ദേഹം മദ്യപിച്ചിട്ട് വരികയും ചെയ്യും. തല്ല് ഇദ്ദേഹത്തിന്റെ ഭാഗത്ത് നിശ്ചയമായിട്ടുണ്ട് താനും. അല്ല, ആ വീട്ടിൽ നിന്ന് ഞങ്ങൾ ഇറക്കി വിട്ടതിന് ശേഷം വേറൊരു വീട്ടിൽ ഞങ്ങൾക്ക് ഒരു വരാന്തയിൽ നമ്മൾ കിടക്കുമായിരുന്നു. അപ്പൊ അമ്മ ഞങ്ങള് ആ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടോ? എന്നിട്ട് ഞങ്ങള് ഇറക്കി വിട്ടു. ആരിറക്കി വിട്ടു? ഞങ്ങൾ ജപ്തി നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നത് ആ വീട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വീട് നഷ്ടപ്പെട്ടതാ. അത് കഴിഞ്ഞപ്പോ വേറൊരു വീട്ടിൽ കിടക്കാൻ അവർ അനുവദിക്കും, വേറൊരു വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാൻ അനുവദിക്കും. അപ്പോ പുറത്തിരിക്കുന്ന അവരുടെ വീടിന്റെ വരാന്തയിൽ ഞങ്ങൾ കിടക്കണത്. അവര് കുറ്റിയിട്ട് അകത്ത് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ ആ വരാന്തയിൽ, അവര് വീട് പൂട്ടുന്നത് വരെ ഞങ്ങൾ അവിടെ മുറ്റത്ത് നിൽക്കും. അത് കഴിഞ്ഞ് അകത്ത് കയറി അവിടെ ആ വരാന്തയിൽ കിടക്കുമ്പോ അമ്മ മുറം വെച്ചൊക്കെ എന്നെ മൂടി തന്നതൊക്കെ ഞാൻ ഓർക്കണ്ട്. ചില പായൊക്കെ ഉണ്ട്. അവര് ജനല് പോലത്തെ സ്ഥലമാണല്ലോ. അപ്പൊ അതിന് കാറ്റടി കൊണ്ട് കൊച്ചുങ്ങൾ നനയാതിരിക്കാൻ അമ്മ തുണിയൊക്കെ വെച്ച് ഇടും, മുറം വെച്ച് മൂടി, അങ്ങനെയൊക്കെ കിടത്തി ഉറക്കിയൊക്കെയാണ് ആ സാഹചര്യം മാറിയത്. അവസാനം അമ്മ ഒരുപാട് കഷ്ടപ്പെട്ട് തന്നെ നമുക്കൊരു ചെറിയൊരു വീടും ഒരു സ്ഥലവും ഉണ്ടാക്കി അവിടെ ഞങ്ങൾ മാറി വലുതായി കഴിഞ്ഞപ്പോ. അത് ശേഷമാണ് അമ്മ മരിച്ചത്. നമുക്ക് അടുത്ത 20,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകാം. 20,000 ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് വിഭവത്തിന്റെ പ്രധാനമായ 2 നിർമ്മാണ രീതികളാണ് കച്ചിയും പക്കിയും? ഓപ്ഷൻ എ ബിരിയാണി, ഓപ്ഷൻ ബി ചപ്പാത്തി, ഓപ്ഷൻ സി ബട്ടർ ചിക്കൻ, ഓപ്ഷൻ ഡി റോഗൻ ജോഷ്. കുക്കിംഗ് ഒക്കെ അറിയാമോ? കുക്കിംഗ് ഒക്കെ അറിയാം, പക്ഷേ ഇത് കുറച്ച് വലയും അല്ലേ? ബിരിയാണി. ഞാൻ ലോക്ക് ചെയ്യട്ടോ? ലോക്ക് ചെയ്യട്ടോ? ബിരിയാണി ലോക്ക് ചെയ്യട്ടോ? ഞാൻ മറ്റൊരു ഒന്ന് ലോക്ക് ചെയ്തോലല്ല, ഇതങ്ങ് ലോക്ക് ചെയ്യും. ഓപ്ഷൻ എ ബിരിയാണി ലോക്ക്. എന്നും വരട്ടെ. അഥവാ പുറത്തായാൽ പുറത്തായി പോയിക്കോട്ടെ. അപ്പൊ ഞാൻ പറയും സാർ, ടെൻഷൻ കൊണ്ടാ സാറേ, വേറൊരു കണക്കും കൂടി ഇട്ട് തരുമെന്ന്. അപ്പൊ നമ്മളൊരു പാട്ട് വിടും, മരുഭൂമിയിൽ വന്ന മാധവമേ നീ മടങ്ങിപ്പോവുകയോ. നല്ല പാട്ട്. ഓപ്ഷൻ എ ബിരിയാണി. താങ്കൾ പറഞ്ഞ ഉത്തരം നല്ല ഒന്നാന്തരം സത്യമാണ്. യു ആർ റൈറ്റ്. ഓപ്ഷൻ എ ബിരിയാണി. 20,000 രൂപ കിട്ടി. നമുക്കിനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകണം. 30,000 സീന ഒരു സംഭവമാണ്. ഓക്കെ. ഈ കുട്ടിക്കാലത്ത് കളി തുടങ്ങിയപ്പോ 8ാം ക്ലാസ്സിലായി അല്ലേ? അപ്പൊ എവിടെയായിരുന്നു? കളിക്കളത്തിലായിരുന്നോ അതോ പറമ്പിലൊക്കെ ആയിരുന്നോ? കളി എവിടെയായിരുന്നു? ഇല്ല, അമ്മ അസുഖം മാറി വീട്ടിലോട്ട് വരണ്ടെന്നും പറഞ്ഞ് ഞങ്ങള് ചളിക്കോട്ടത്തോട്ട് വന്നു. അവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് അമ്മനെ മരിച്ച കൊണ്ടത്. അപ്പൊ അത് കണ്ടു നിൽക്കാൻ പറ്റണ ഒരു സാഹചര്യം ആയിരുന്നില്ല. കാരണം അച്ഛനും പോയി, പിന്നെ അമ്മ ആകെ ഉണ്ടായ അമ്മയാണ്. അമ്മയും കൂടി പോയപ്പോ ഭൂമിയിൽ ഇങ്ങനെ നമ്മള് ഒറ്റക്കായി പോയ പോലെ. ആ സാഹചര്യം കുറച്ച് മാറാൻ ഒരുപാട് സമയം എടുത്ത്. ആ സമയം എടുക്കാന്ന് പറഞ്ഞാൽ അതൊരു മനുഷ്യ ജന്മത്തിൽ നമുക്ക് അച്ഛനും അമ്മയൊന്നും ഇല്ലാതെ മക്കൾ ജീവിക്കുക ഭയങ്കര പാടാണ്. പ്രത്യേകിച്ച് നമ്മള് പൈസയും കൂടി ഇല്ലെങ്കിൽ തീർന്ന് പ്രയാസമായിരിക്കും. വീട്ടിൽ വേറെ വരുമാനം ഒന്നുമില്ലല്ലോ അല്ലേ? അമ്മ സുഖമില്ലാതെ വല്ലതും കിടന്നിരുന്നു? ഈ മരണം പെട്ടെന്ന് ഇങ്ങനെ വരാൻ കുറച്ച് കിടന്നു. എത്രാമത്തെ വയസ്സിൽ അമ്മ കടന്നുപോയി? അമ്മക്ക് അന്ന് 40-42 വയസ്സുള്ളതെന്ന് തോന്നുന്നു. അത്രേ വയസ്സേ ഉള്ളൂ അല്ലേ? ആ വയസ്സിൽ അമ്മ മരിച്ചു. ഈ അമ്മയുടെ മരണം അച്ഛനെ അറിയിച്ചിരുന്നോ? അറിയിച്ചു. അച്ഛൻ വന്ന് കണ്ടിട്ട് പോയി. അന്ന് തന്നെ പോയി. അച്ഛനും അച്ഛന്റെ ഭാര്യയും പുതിയ ഭാര്യയും അന്ന് കണ്ടിട്ട് വന്നു. നിങ്ങളോടൊക്കെ സംസാരിച്ചോ? അന്ന് സംസാരിച്ചിട്ട് പോയി. നിന്നില്ല. അവിടെ എന്തോ പ്രശ്നം ഉണ്ടാക്കി അച്ഛൻ അങ്ങോട്ട് പോയി വഴക്കിട്ടിട്ട്. എവിടെ? വീട്ടിൽ, മരിച്ച വീട്ടിൽ വന്നിട്ടു. മരിച്ച വീട്ടിൽ നിന്ന് വഴക്കുണ്ടാക്കിയോ? അപ്പൊ നിങ്ങളോട് എന്തെങ്കിലും പറഞ്ഞിട്ടാണോ പുള്ളി പോയത്? കാര്യം നിങ്ങളെ നോക്കേണ്ട ഒരു ജോലി, അദ്ദേഹത്തിന് ഒരു ധാർമ്മിക ബാധ്യത ഉണ്ടല്ലോ. അതെ, അതിന്ന് ആ ഉത്തരവാദിത്വം പറയാനായിരിക്കും പുള്ളി വഴക്കുണ്ടാക്കി സ്വയം പോയതായിരിക്കാം. അപ്പൊ പിന്നെ അത് തീർന്നല്ലോ. അപ്പൊ ഞങ്ങളെ നോക്കേണ്ട ഉത്തരവാദിത്വം ഉണ്ടാവില്ല. അമ്മ മരിച്ചു കഴിഞ്ഞപ്പോ വീട്ടിലൊരു ശൂന്യതയായി. അതെ. പിന്നെ ആര് പണിയെടുക്കും എന്നുള്ള ചോദ്യമായി. ചേട്ടനാണോ പിന്നെ നോക്കിയത്? കൂട്ടത്തില് ആ ചേട്ടന്റെ കല്യാണവും കൂടി കഴിഞ്ഞതോടുകൂടി ഞാനും ചേച്ചിയും പിന്നെ ഒരു ചേട്ടനും മാത്രമായി. ആ ചേട്ടൻ എന്ന് പറഞ്ഞാൽ വലിയ നമ്മളെ കുടുംബം നോക്കാനുള്ള പ്രാപ്തിയുള്ള ഒരു കക്ഷിയല്ല. അപ്പോ അദ്ദേഹവും ഞാനും ചേച്ചിയും മാത്രമായി കഴിഞ്ഞപ്പോഴത്തേക്കും കൂട്ടത്തിൽ നോക്കി നമ്മുടെ കുടുംബം നോക്കിയിരുന്ന ഒരു ചേട്ടൻ വേറെ വിവാഹം കഴിച്ച് പോവുകയും ചെയ്ത്. പിന്നെ വീട്ടിൽ തന്നെ പോയി? ആ, വീട്ടിൽ പോയി. അത് കഴിഞ്ഞപ്പോ ഞാനും ചേച്ചിയും കൂടി ആത്മഹത്യ ചെയ്യാൻ വേണ്ടിട്ട് എന്നാ മരിച്ചു കളയാ, നമുക്ക് വഴിമുട്ടി. വരുമാനമില്ല, ഇല്ല, ജീവിക്കാൻ മാർഗമില്ല, മരിച്ചു കളയാന്ന് ഓർത്ത് നമ്മള് ദേവരപ്പാലത്തിന്റെ ഇതില് കയറി. എന്നെ അതിന്റെ മുകളിൽ കയറ്റി നിർത്തി. എന്റെ മുകളിൽ കയറ്റി നിർത്തിയിട്ട് ഞാനും കൂടി കയറിയിട്ട് രണ്ടുപേരും കൂടി കൈ പിടിച്ച് ചാടാന്നും പറഞ്ഞ് എന്നെ കയറ്റി ഇങ്ങനെ നിർത്തിയിട്ട് ഞാൻ ഇങ്ങനെ പിടിച്ചോണ്ട് നിക്കണേണ്. ഞാൻ വീണു പോകും. പക്ഷെ ചേച്ചി ഇപ്പൊ ഇതിലെ കൂടി സ്റ്റെപ്പ് കയറി ദേവരപ്പാലത്തിന്റെ മുകളിൽ നിക്കാൻ വരവും പുറകിന്ന് ഞങ്ങളെ ഒരു പോലീസുകാരൻ അടിച്ച് ഓടിച്ച്
എന്തിനാണ് അങ്ങനെ ചെയ്യാൻ നോക്കണേന്നൊക്കെ പറഞ്ഞിട്ട് ആ കൊച്ചിനെ കൂടി കൊല്ലാൻ നോക്കണേന്നൊക്കെ ചോദിച്ച് വിളിച്ച് മാറ്റി നിർത്തി വീട്ടിലോട്ട് വിട്ടു. അല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു. മരണം തന്നെ പ്രിഫർ ചെയ്യുന്ന രീതിയിൽ അത്രയും കടുത്ത സാഹചര്യമായിരുന്നു. ജീവിക്കാൻ നമുക്ക് മാർഗമില്ലാതെ ആയി. പ്രത്യേകിച്ച് നമ്മുടെ സമൂഹത്തിൽ 2 പെണ്ണുങ്ങള് ഒറ്റക്ക് ജീവിക്കാന്ന് പറഞ്ഞാൽ തന്നെ നടക്കാത്തൊരു വലിയ പാടാ. ആൾക്കാർ നമ്മളെ അനുവദിക്കില്ല. ഭക്ഷണവും കൂടി ഇല്ലെങ്കിൽ പറയണ്ട, നമ്മളപ്പോ ഭക്ഷണം കണ്ടെത്താൻ പോകേണ്ടി വരും. അപ്പൊ ചേച്ചിയാണെങ്കിൽ അവിടെ ഒരു ക്യാൻറ്റീനിൽ പോയിക്കൊണ്ടിരുന്നേച്ച്, അപ്പോ അവിടെ ഞാനും ചെന്ന് സഹായിക്കും. പിന്നെ അങ്ങനെ ജീവിച്ച് തുടങ്ങി. എന്ന് വെച്ചാല് ജീവിച്ചല്ലേ മതിയാവും എന്നുള്ളതായി. ഈ കഷ്ടപ്പാടിലൂടെയും കളിക്കാൻ പോവും, പഠിക്കാൻ പോവും. ഒരു ലക്ഷ്യത്തിൽ എത്തണമെന്ന് ഓർത്തൊന്നും കളിച്ചതല്ല സാറേ. ഫുട്ബോൾ കളിച്ചിട്ട് അതെ, ഞാനിപ്പോ ഫുട്ബോൾ കളിച്ച് ഒരു ഇന്ത്യ കളിക്കും, ഞാനിപ്പോ ഒരു ജോലി മേടിക്കും, അങ്ങനെയൊന്നും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. സാഹചര്യങ്ങൾ അങ്ങനെ വന്ന് കിട്ടിയതാണെല്ലാം. എന്റെ അതെ അത് തെങ്ങേറ്റിടിക്കാതിരിക്കാൻ ഇങ്ങനെ ഫേക്ക് ചെയ്യും. അതാണ് ഡ്രിബിളിങ്ങിൽ എനിക്ക് ഒരുപാട് ഗുണം ചെയ്ത്. എത്ര വലിയ ആൾക്കാർ വന്നാലും അവരുടെ ബോഡി ടച്ച് ചെയ്യാതെ ബോൾ എടുത്ത് പോകാനുള്ള ഒരു ക്വാളിറ്റി ഉണ്ടാക്കിയെടുത്തത് ആ തെങ്ങാണ്. അതെ വേറെ എന്തെങ്കിലും ഇതുപോലെ ഈ തെങ്ങും പറമ്പിൽ കളിച്ചോണ്ട് ചില ഗുണമുണ്ടോ കളിക്കളത്തില്? ഗുണമുണ്ട് എന്ന് വെച്ചാല് അവര് ഞങ്ങൾക്ക് കളിക്കണ കാലത്ത് ബോളൊന്നുമില്ല. അപ്പൊ ഈ ചീത്തയ തേങ്ങയൊക്കെ ഉള്ളിൽ വെച്ചിട്ട് തുണി കൊണ്ട് പൊതിഞ്ഞൊക്കെയാണ് ശരിക്കും ബോളാക്കിയൊക്കെ എടുക്കണത്. അപ്പൊ ഇത് ഭയങ്കര വെയിറ്റ് ആണ്. ആ വെയിറ്റിന്റെ പവർ അടി ഷോട്ട് നല്ല ബോൾ വന്നപ്പോ എനിക്ക് പവർ കൂടിയിട്ടുണ്ട്. അത് അങ്ങനെ ഒരു ഗുണം കിട്ടിയിട്ടുണ്ട്. അത് തേങ്ങയും തെങ്ങൊക്കെ ഉള്ളത് കൊണ്ട് ജീവിച്ചു പോയി. അതേപോലെ താങ്കളുടെ ചേട്ടന് താല്പര്യമില്ലായിരുന്നു താങ്കൾ ഈ കളിക്കാനൊക്കെ പോകുന്നില്ല? ഇല്ല നല്ല തല്ലല്ലേ വരുന്നത്. കളിക്കാൻ പോയി തല്ലും? എന്നെ കെട്ടിയിട്ട് തല്ലിയിട്ടുണ്ട്. 2-3 പടി ഒടിയണവരെ തല്ലിയിട്ടുണ്ട് കളിക്കാൻ പോണേന്. അതെന്താ പുള്ളി കളിക്കിത്ര വിരോധം? സ്ത്രീകൾ അങ്ങനെ വീട്ടിൽ അടങ്ങിയിരുന്നാ മതി, അങ്ങനെ കളിക്കാൻ പോകണ്ട, നീ കളിക്കാൻ പോയിട്ട്. മൂത്ത ചേട്ടനായിരുന്നു? ഇല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ല വിവാഹം കഴിച്ചു പോയിന്ന് പറഞ്ഞു. ആ ചേട്ടൻ അഭിമാനിയായിരുന്നു. അപ്പൊ വീട്ടിൽ തന്നെ കഴിയണം എന്നൊക്കെ പറഞ്ഞു. നാട്ടുകാർക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നു? സാറിന് നാട്ടുകാരും ചില കമന്റുകളൊക്കെ അടിക്കുമല്ലോ. നാട്ടുകാരും നമ്മളെ വളരാനൊന്നും സമ്മതിക്കുന്നില്ല. ഇവരെന്ത് കളിക്കാൻ പോകണ, ഇവർക്ക് വേറെ പണിയൊന്നുമില്ല, അങ്ങനെ ചോദിക്കുന്ന ആളുകളാണ് കൂടുതലും. ഇപ്പൊ എല്ലാ പാരന്റ്സും ജനങ്ങളെല്ലാം ഇപ്പൊ പെൺകുട്ടികളെ കൂടുതൽ ഫുട്ബോളിലോട്ട് വിടുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ ഈ താങ്കളുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് താങ്കൾ ഈ പട്ടിണി അകറ്റാൻ വേണ്ടി കളി തുടങ്ങി, കൂടുതലും തെങ്ങുംപറമ്പിലൊക്കെ കളിച്ചു, അങ്ങനെ ജീവിതം ഒന്നും അങ്ങോട്ട് നേരെയാവുന്നില്ല. അങ്ങനെ സാഹചര്യത്തിൽ കണ്ടുമുട്ടിയവരിൽ ആരെങ്കിലും വളരെ സഹായിച്ചാരെങ്കിലും ഉണ്ടോ ജീവിതത്തിൽ? നമ്മൾ എപ്പോഴും ചില എക്സെപ്ഷൻസ് കാണുമല്ലോ സമൂഹത്തിൽ. കഷ്ടപ്പെടുമ്പോ എല്ലാവർക്കും നമ്മളെ ചേർത്ത് നിർത്താൻ പേടിയായിരിക്കും. ഇത് നമ്മുടെ തലയിലായി പോകുന്നോർത്ത് അങ്ങനെ ഒരു പേടി ഉണ്ടാവും അല്ലേ? അതെ, ഇത് സമൂഹത്തിൽ എല്ലാവർക്കും ഉണ്ട് അങ്ങനെ. എനിക്ക് തോന്നുന്നത് പ്രത്യേകിച്ച് താങ്കളുടെ ചേച്ചിയും കല്യാണം കഴിച്ചു പോയി. അതെ, അപ്പൊ താങ്കൾ തനിച്ചായി. അതെ, വളരെ കൂടുതൽ പേടിക്കും. അതെ അല്ലേ? അപ്പൊ ഞാൻ ഇനി ഇവരെ കൂടുതൽ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് സഹായിച്ചാൽ ഇവര് നമ്മുടെ തലയിലാവും എന്നുള്ള ഒരു പേടി ചിലപ്പോ കാണാം. അതുകൊണ്ടായിരിക്കും നമ്മളോട് കൂടുതലാരും അടുക്കാതിരുന്നത്. പക്ഷെ തളരാൻ തീരുമാനിച്ചിരുന്നില്ല ഞാൻ ശരിക്കും. അല്ല, അപ്പോഴൊക്കെ എന്തായിരുന്നു നമ്മുടെ മനസ്സിൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്? നമ്മളെ തന്നെ ഒന്ന് ആത്മവിശ്വാസം ഉണ്ടാക്കാൻ വേണ്ടി. കളി എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു സാറേ. എന്റെ കൊതി തീർന്നിട്ടില്ല കളിച്ച്. ഇപ്പോഴും ഞാൻ കളിക്കും. ഇപ്പോഴും ഞാൻ ഇഷ്ടത്തോടെ കളിച്ചിട്ടുള്ളത്. എന്റെ എന്ത് ബെസ്റ്റും ഞാൻ മറ്റുള്ളവർക്ക് കൊടുക്കും. എനിക്ക് വേണ്ടാത്ത ഒരു സാധനം ഞാൻ ആർക്കും കൊടുക്കാറില്ല. അതെന്റെ സ്വഭാവമായാലും സ്നേഹമായാലും എല്ലാം ഏറ്റവും ഇഷ്ടമുള്ളതും ഏറ്റവും നല്ലതേ ഞാൻ കൊടുക്കാറുള്ളത്. അങ്ങനത്തെ ഒരു സ്വഭാവം എനിക്കുള്ളത് കൊണ്ട് എനിക്ക് ഈ പട്ടിണിയൊക്കെ ശരിക്കും വിശപ്പ് എനിക്ക് മാറിയാൽ മതി. ആരോടെങ്കിലും ഞാൻ ഇത്തിരി ചോറ് മേടിച്ച് തിന്നും. ചേച്ചി ഇത്തിരി ചോറ് തരുമോ എന്ന് ചോദിക്കും. അടുത്ത വീട്ടിൽ പോയി ചോദിച്ച് മേടിച്ച് കഴിക്കും. അവര് തരും. പക്ഷെ എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തരില്ല. കാരണം ഇത് അവർക്കൊരു പ്രശ്നം. അതെ, പേടിയാണ്. പെൺകുട്ടികളെ ഒട്ടും സ്വീകരിക്കില്ല. ആൺകുട്ടികളെ പിന്നെ മറ്റുള്ളവര് വന്ന് നിന്നോന്നൊക്കെ പറഞ്ഞ് നോക്കും. പക്ഷെ പെൺകുട്ടികളെ നോക്കാൻ എല്ലാവർക്കും ഭയങ്കര പ്രയാസമായിരിക്കും. പക്ഷെ ഞാൻ ഓർക്കണേ, എന്റെ അമ്മയുടെ കഷ്ടപ്പാട് കണ്ടു വളർന്നത് കൊണ്ടായിരിക്കാം എനിക്ക് അതൊന്നും വലിയ കഷ്ടപ്പാടായിട്ട് തോന്നിയില്ല. ജീവിതത്തിൽ ഏത് മനുഷ്യനും ഏറ്റവും വലുത് വിശപ്പടക്കുക എന്നുള്ളത് തന്നെയാണ്. അത് മാറിയാൽ കളിക്കാൻ നടക്കും. ഈ ചേച്ചി കല്യാണം കഴിച്ചതിന് പോയതിനു ശേഷം ചേച്ചിയുടെ വീട്ടുകാരോ ചേച്ചിയുടെ ഹസ്ബൻഡോ ഒക്കെ നമ്മുടെ ജീവിതമാർഗം എങ്ങനെയാണ് എന്ന് അന്വേഷിക്കാറുണ്ടായിരുന്നു? ഹസ്ബൻഡ് പാവമാണ്, പഞ്ചപാവമാണ്. പുള്ളി അദ്ദേഹം ഒരു വർക്ക്ഷോപ്പ് ഇട്ടേക്കണ. അദ്ദേഹം നോക്കാതിരിക്കില്ല. പക്ഷെ അവരവിടെ ആയതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ ഒറ്റക്കല്ലേ കിടക്കണം. താങ്കൾക്ക് വല്ലാത്തൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്ത് കാണൂല്ലോ? എല്ലാവരും പോയി, നമ്മള് മാത്രമേ ഉള്ളൂ. രാത്രി ഒരുപാട് കരഞ്ഞിട്ടുണ്ട്. പേടിയാ എനിക്കെല്ലാം. എനിക്ക് ഇങ്ങനെ ഇരുട്ട് പേടിയാ. അപ്പൊ എനിക്ക് വൈകുന്നേരം ആകുമ്പോ ഇങ്ങനെ ഉള്ളിൽ കിടന്ന് ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങും. രാത്രിയായില്ല എങ്ങനെയെങ്കിലും നേരം വെളുത്താൽ മതി. പിന്നെ അപ്പൊ വെളുപ്പില് ഞാൻ നടക്കും അങ്ങോട്ട് TD ഹാളിലോട്ട്. അപ്പൊ അവിടെ ഗ്രൗണ്ടിലെത്തുമ്പോ 5:30 മണി നേരം നടക്കും. അപ്പൊ കളിക്കാൻ പറ്റുമല്ലോ. ഒരു പെൺകുട്ടിയാവുമ്പോൾ സൂക്ഷിക്കേണ്ടതുണ്ടല്ലോ. അതുണ്ട്. പക്ഷെ ഞാൻ ആമ്പിള്ളേരെ പോലെ വേഷം ഇട്ട് അങ്ങോട്ട് പോകും പേടിയില്ലാതെ. നടപ്പൊക്കെ ഇച്ചിരി ഓവറായിട്ട് കാണിക്കും.
ഒരു ആ, ഒരു അതെ, പുരുഷനാണെന്ന് അറിയാൻ അതെ, വേണ്ടി. അങ്ങനെ ഓക്കെ. അങ്ങനെ ജനങ്ങൾ ആൾക്കാരങ്ങനെ തിരിച്ച് നടന്നോളൂ അല്ലേ? നടന്നു. അത് നമ്മുടെ നാട്ടിൽ പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു ഇതുണ്ട്. നമ്മളെ പെൺകുട്ടിയാണെന്ന് തിരിച്ചറിഞ്ഞു പോയാ പ്രശ്നം. പ്രശ്നം. ആ നമുക്ക് സുരക്ഷിതത്വം വളരെ കുറവാണ് നമുക്ക്. ആ അടുത്ത തലമുറകൾക്ക് വേണ്ടി പോലും നമ്മൾ എന്താ ചെയ്തു വെച്ചേക്കണെന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. ഞങ്ങളൊക്കെ ജീവിച്ച സാഹചര്യം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര പേടി തോന്നുന്ന സാഹചര്യമാണ്. ഇപ്പൊ ഞാൻ നിൽക്കുന്നത് മാർബിളിലാണെങ്കിൽ പോലും ജീവിതം കൊണ്ട് മാർബിളിലാണ് നിൽക്കണം സാറേ. അന്ന് ഞാൻ നിൽക്കുമ്പോൾ ചെളിയിലാണ് നിന്നെങ്കിലും എങ്ങോട്ട് പോകണമെന്ന് തിരിച്ചറിയാൻ പാടില്ല നിന്ന ദിവസങ്ങളുണ്ട്. ആ ഒരു വിഷമം എന്നൊക്കെ പറയണത് അതൊരാളോട് പറഞ്ഞാൽ മനസ്സിലാവില്ല, അത് അനുഭവിച്ചാലേ അത് മനസ്സിലാവും. ഓക്കെ, എനിക്ക് താങ്കളുടെ വേദന മനസ്സിലാവുന്നു. ഓക്കെ, നമുക്കിനി 30,000 രൂപയുടെ ചോദ്യത്തിലേക്ക് പോകണം. 30,000 മോണിറ്റർ. പാട്ട് പാടുമോ താങ്കള്? ചെറുതായിട്ട് ഈ സൗണ്ട് വെച്ച് എങ്ങനെ പാടാനാ സാറേ? ഓക്കെ, ഈ ശബ്ദമൊക്കെ മതി. ഈ ശബ്ദവും ഈ ശരീരം വെച്ചിട്ടല്ലേ ഇന്റർനാഷണൽ കളി കളിക്കാൻ പോയത്? സാറൊരു പാട്ട് പാടോ? സഹിക്കത്തില്ല. മാത്രമല്ല എനിക്ക് ഒരു ജീവിതത്തിൽ ഒരു വിലക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ 1-2 തവണ പറഞ്ഞതാ. നമ്മുടെ ഗായിക സുജാതയുടെ കൂടെ ഒരു ലൈവിൽ യുഗ്മഗാനം പാടിയാൻ, ജൂണിലെ നിലാമഴയിൽ എന്നുള്ള പാട്ട്. അവർ പാടി തകർത്ത പാട്ടാ. എന്നോട് ലൈവിൽ പാടാൻ പറഞ്ഞപ്പോൾ എനിക്കൊരാവശ്യം തോന്നി. പറയുന്നൊരു പ്രശസ്ത ഗായികയല്ലേ, വെച്ചാലക്കി ശബ്ദം വെളി കേട്ടില്ലെന്നാ സുജാത പറഞ്ഞ. പിന്നീട് അപ്പൊ എന്നോട് പറഞ്ഞ് മേലാല് ഈ അപശ്രുതി വെച്ചിട്ട് പാട്ട് പാടരുതെന്ന് പറഞ്ഞു. അത് ഞാൻ ശിരസ വഹിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ഓഡിയോ പ്ലേ ചെയ്യാം. ഇപ്പൊ എന്തിനാ പൈസ ഇപ്പം അത്യാവശ്യം? അല്ല, പൈസ മത്സരിച്ച് ചോദിച്ച പൈസ കിട്ടുമെന്ന് വിശ്വാസമല്ല ഞാൻ ഈ പറയുന്നത്. എനിക്കൊരു ഗ്രൗണ്ട് ഉണ്ടാക്കണം സാർ. ഗ്രൗണ്ട് ഉണ്ടാക്കണം, പിള്ളേരെ പഠിപ്പിക്കണം, ഫ്രീ ആയിട്ട് കുറെ കുട്ടികളെ പഠിപ്പിക്കണം അല്ലേ? സൗകര്യങ്ങളോടുകൂടി, നല്ല സൗകര്യങ്ങളോടുകൂടി, നല്ല എഡ്യൂക്കേഷൻ ഒക്കെ കൊടുക്കും. ഓക്കെ, കുട്ടികൾക്ക് വേണ്ടി ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കണം. അപ്പൊ നോക്കട്ടെ, എല്ലാത്തിനും ജീവിതത്തിൽ ഒരു ഗ്രൗണ്ട് വേണമല്ലോ നമുക്ക്, അല്ലേ? അപ്പൊ ഇവിടുത്തെ ഗ്രൗണ്ട് ഉപകരിക്കും നോക്കാം. നമുക്ക് ഓഡിയോ പ്ലേ. അപ്പൊ ഇത് അപ്പൊ നമുക്ക് നോക്കാം ചോദ്യത്തിലേക്ക്. ഏത് ഫുട്ബോൾ താരം കേരളത്തിൽ വന്നപ്പോൾ ആലപിച്ച സ്പാനിഷ് ഗാനമാണിത്? ഓപ്ഷൻ എ റൊണാൾഡീഞ്ഞോ, ഓപ്ഷൻ ബി ഡിഗോ മറഡോണ, ഓപ്ഷൻ സി പെലെ, ഓപ്ഷൻ ഡി റോബർട്ടോ കാർലോസ്. സാറ് നമ്മുടെ മറഡോണ IM വിജയൻ സാറ് തട്ടിക്കളിച്ച് അതെ ഒന്നിച്ച് നിന്ന ഒരു എന്താ പറയാ ഏറ്റവും നല്ല മുഹൂർത്തം സൃഷ്ടിച്ചു തന്ന നിമിഷം. ഉത്തരം ഏതാ ഇത്? ഇതിൽ ഉത്തരം ബി, ഡിഗോ മറഡോണ ഇൻ കണ്ണൂർ അല്ലേ? ഓക്കെ, അപ്പൊ മറഡോണയുടെ കൂടെ ഈ പാട്ട് ആലപിച്ചിരിക്കുന്ന ആരാണെന്ന് മനസ്സിലായോ? ഇത് വേറെ ആളും കൂടി ചേർന്ന് പാടിയതാ. ഒരുപക്ഷെ ഭാഗ്യം അനുഭവിച്ചിരുന്നെങ്കിൽ ഇന്റർനാഷണൽ ഗായികയാകാൻ സാധ്യതയുള്ള ഒരാളാ. ആരായിരിക്കും മറഡോണയുടെ കൂടെ അന്ന് വേദിയിൽ ഉണ്ടായിരുന്നത്? രഞ്ജിനി ഹരിദാസ്. ചാൾസ് ആന്റണിയാണിത് പാടിയിരിക്കുന്നത്. ഫോർട്ട് കൊച്ചിയിലുള്ള ചാൾസ് ആന്റണിയാണ്. അദ്ദേഹത്തിന്റെ കൂടെയാണ് നമ്മുടെ പ്രശസ്ത പിന്നണി ഗായിക രഞ്ജിനി ഹരിദാസ് കൂടി പാടിയത്. അപ്പൊ ഉത്തരം ശരിയാണ്. ഇപ്പം ഫുട്ബോൾ കൊണ്ട് 30,000 രൂപ. ഓക്കെ, മറഡോണ. ഞാൻ ചോദിക്കട്ടെ, നമ്മളിപ്പോ താങ്കളും അമ്മയും ഒക്കെ ഒരുപാട് ദാരിദ്ര്യം അനുഭവിച്ചു, ദിവസങ്ങളോളം പട്ടിണി കിടന്നു, ജീവിക്കാൻ മാർഗമില്ല, മൊത്തം മുന്നിൽ ഇരുട്ട്, ഇങ്ങനെയൊക്കെയുള്ള ഒരു സാഹചര്യത്തിൽ വളരുന്ന ആള് കളിക്കളത്തിലേക്ക് പോയാൽ വല്ലാത്തൊരു കരുത്തായിരിക്കുമോ നമുക്ക്? കാര്യം എതിരാളിയൊക്കെ നിലംപരിശാക്കാനുള്ള ഒരു ആത്മവിശ്വാസം നമുക്ക് കൂടും. കാരണം തിരിച്ചു വന്ന പരാജയങ്ങൾ സംഭവിക്കുമ്പോഴോ? കളിക്കളാകുമ്പോ പരാജയം ഉണ്ടാവൂല്ലോ, ഭയങ്കര വിഷമമാണ്. താങ്ങാൻ പറ്റില്ല, സഹിക്കാൻ പറ്റില്ല, ഉറക്കം വരില്ല നമുക്ക്. ഐ മീൻ എന്റെ ഒരു മിസ്റ്റേക്ക് കൊണ്ടാണ് നമ്മൾ തോറ്റെങ്കിൽ അന്നത്തെ ദിവസം ഒട്ടും ഉറങ്ങൂല. അന്നത്തെ ദിവസം എന്നല്ല, 2-3 ദിവസം ഉറങ്ങാൻ പറ്റില്ല. അങ്ങനെ എനിക്ക് സംഭവിച്ചിട്ടില്ല. എങ്കിലും നമ്മുടെ ടീം എപ്പ തോറ്റാലും നമുക്ക് ഭയങ്കര വിഷമമാണ്. തോൽവികൾ ഞങ്ങൾ വളരെ കുറവാണ് അറിഞ്ഞേക്കണത്. ഞങ്ങൾ ഫസ്റ്റും സെക്കൻഡും തേർഡും ഒക്കെ മേടിച്ചിട്ടുള്ള ടീമുകളാണ് ഞങ്ങൾ. ഞങ്ങളുടെ കേരള ടീം എന്ന് പറഞ്ഞാൽ അത്രയും പവർഫുൾ ഷോട്ട് എടുക്കുന്ന, അല്ലെങ്കിൽ ക്രോസ് എടുക്കുന്ന, ത്രൂ പാസ് ചെയ്യുന്ന, കോർണർ എടുക്കുന്ന അത്രയും നല്ല പ്ലേയേഴ്സ് ഉള്ള ഗ്യാങ് ആയിരുന്നു ഞങ്ങള്. അതുകൊണ്ട് തോൽവി നമ്മൾ അങ്ങനെ ഏറ്റിട്ടില്ല അധികം. താങ്കൾ ഈ ചേച്ചിയുടെ പോയതിനു ശേഷമായി താങ്കളുടെ വിദ്യാഭ്യാസം എങ്ങനെ നിലച്ചോ അതോ കളിയുമായിട്ട് മുന്നോട്ട് പോയോ? എങ്ങനെയായിരുന്നു? കളിയായിട്ട് മുന്നോട്ട് പോയി. അത് പഠിക്കാൻ പറ്റിയോ? പഠിക്കാൻ പറ്റിയില്ല. ഇല്ല. പിന്നെ ഞാൻ സെപ്പറേറ്റ് എല്ലാം പ്രൈവറ്റ് ആയിട്ട് എഴുതിയെടുത്തതെല്ലാം. എനിക്ക് താങ്കൾക്ക് 12 വയസ്സുള്ളപ്പോൾ താങ്കൾ എറണാകുളം ജില്ലാ ടീമിലായി. അതെ. പക്ഷേ ബൂട്ടോ അങ്ങനെയുള്ള സാധനങ്ങളൊന്നും സൗകര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇല്ല 6ാം ക്ലാസ് പഠിക്കുമ്പോ. അതൊക്കെ പിന്നെ എങ്ങനെ മാനേജ് ചെയ്തു? അത് ഒരു സെലക്ഷൻ കണ്ടുവന്നതാ. ഞാൻ ഈ ആൺകുട്ടികളെ കൂടി കളി പഠിച്ചിട്ട് ചെന്നത് കൊണ്ട് പെട്ടെന്ന് സെലക്ഷൻ കിട്ടിയെന്ന് മാത്രം. ഇറങ്ങിയപ്പോ തന്നെ സെലക്ഷൻ കിട്ടി.
കാരണം ആദ്യത്തെ ബോൾ തന്നെ ഞാനിങ്ങനെ എടുത്ത് പോസ്റ്റിലായിട്ടിരിക്കുകയാണ് ചെയ്തത്. ആ ഒരു അടി കണ്ടപ്പോ തന്നെ മനസ്സിലായി. ഞാൻ നേരത്തെ പറഞ്ഞു അതെ, പവർഫുൾ ഷോട്ട് എടുക്കണ ഒരു ടൈമിംഗ് ആയിരുന്നു അത്. നല്ല ടൈമിംഗ് ഉണ്ട്, നല്ല എന്താ പറയാ ആക്രോസി ആയിട്ട് നമുക്കൊരു കാര്യങ്ങള് ഇന്ന സ്ഥലത്ത് തന്നെ ബോൾ എത്തിക്കണമെന്ന് തന്നെ അവിടെ തന്നെ എത്തിക്കും. അതൊക്കെ കഴിഞ്ഞത് ഈ ആൺകുട്ടികളെ കൂടി കളിച്ചത് കൊണ്ടാണ്. എന്റെ പ്രത്യേകിച്ച് കഴിവൊന്നും അല്ല അത്, അവരെ കൂടിയുള്ള പ്രാക്ടീസ്. ചെറിയ പ്രായത്തിൽ സംസ്ഥാന ടീമിൽ കയറാൻ പറ്റി. അതെ അതെ. എത്ര വയസ്സുണ്ടായിരുന്നു അന്ന്? 13 വയസ്സ്. ഞങ്ങൾ തമിഴ്നാടിന് വേണ്ടി കർണാടകക്ക് വേണ്ടി കളിച്ചിട്ടുണ്ട്. പിന്നെ കിട്ടു കപ്പ് കളിച്ചിട്ടുണ്ട്. അപ്പൊ അത് ആ വർഷം എന്നൊക്കെ പറയണത് ക്യാമ്പുകൾ എന്നൊക്കെ പറയണത് അന്ന് വുമൺസ് ഫുട്ബോൾ അസോസിയേഷനാണ്. പിന്നെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ഏറ്റെടുക്കുന്നത് 90-ലാണ്. 90 വരെ നമ്മൾ വുമൺസ് ഫുട്ബോൾ അസോസിയേഷനാണ്. ശരിക്കും പറഞ്ഞാൽ 90-ൽ നമ്മൾ വന്നതിന് ശേഷമാണ് ശരിക്കും പ്രോപ്പറായിട്ടുള്ളൊരു അസോസിയേഷന്റെ കീഴിൽ നല്ല ഫുട്ബോൾ കളിക്കാൻ പറ്റിയതും ഗോൾഡ് മെഡൽ മേടിക്കാൻ പറ്റിയതൊക്കെ അസോസിയേഷന്റെ കീഴിൽ. ഇപ്പൊ എനിക്കൊരു വാക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇന്ത്യ കണ്ടതിലെ ഏറ്റവും നല്ല അസോസിയേഷൻ നമ്മുടെ കേരള ഫുട്ബോൾ അസോസിയേഷൻ ആണ്. തീർച്ചയായിട്ടും അവർ അത്തരം ടൂർണമെന്റുകൾ നടത്തുന്നത് സ്വന്തം അവരുടെ ഇതാണ്, ഫണ്ടിൽ നിന്ന്. ഗവൺമെന്റ് കൊടുക്കേണ്ടതൊന്നും കൊടുത്തിട്ടൊന്നുമില്ല. പല ടൂർണമെന്റ് നടത്തുന്നുണ്ട്, സബ് ജൂനിയർ, ജൂനിയർ. താങ്കൾ കേരളത്തിന് വേണ്ടി, കർണാടകത്തിന് വേണ്ടി, ബംഗാളിന് വേണ്ടി ഒക്കെ കളിച്ചു അല്ലേ? ആ ടീമിലൊക്കെ ഉണ്ടായിരുന്നു. ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചു. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നത് ഈ ടീമിലെ കളിക്കാൻ പോകുമ്പോഴേ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിക്കുമ്പോഴാണ് എനിക്ക് ആ ഇൻസിഡന്റ് ഉണ്ടായത്. കാരണം ഞാൻ ഈസ്റ്റ് ബംഗാളിൽ കളിക്കാൻ എന്നെ ഇവിടെ നിന്ന് കേരള ഫുട്ബോൾ അസോസിയേഷനിൽ നിന്ന് ചോദിച്ചു. അവർ ലെറ്റർ വിട്ട് എന്നെ സെലക്ട് ചെയ്ത് കൊണ്ടുപോയി. അവിടെ ചെന്ന് ഞാൻ ഈസ്റ്റ് ബംഗാൾ ക്ലബ്ബ് ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ അത്ഭുതത്തോടെ ഞാൻ നോക്കിയിരിക്കണേണ്. അതിന്റെ അകത്തോട്ട് കയറി കഴിഞ്ഞിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് കേരളത്തിൽ നിന്ന് വന്ന സീന ലഗേജ് ഉദർവയിലൊക്കെ കമര തുമാരായിരുന്നു. ഞാൻ എൻ്റെ അലമാര അതിൽ വെച്ചോളാൻ പറഞ്ഞു ലഗേജൊക്കെ. അപ്പൊ ഞാൻ അലമാര തുറക്കുമ്പോ അതിൻ്റെ ഉള്ളിൽ എഴുതിയേക്കണ IM വിജയൻ. ഞാനൊരു ഒറ്റ ചാട്ടം വരുന്നു. ആ അലമാര മാത്രം കിട്ടിയിട്ട് പോലും എനിക്ക് ഭയങ്കര സംസാറിന്റെ പേരിൽ എനിക്കൊരു അതെ 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 ആ അലമാര എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞത് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമുള്ള സമയമായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. ഇല്ല ഇല്ല, അത് ഈ അതെ തീർച്ചയായിട്ടും ഉണ്ട്. സാറ് നമ്മളൊക്കെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ സംസാരത്തിൽ തന്നെ ഉണ്ട് ഒരു ബ്യൂട്ടി. ഫുട്ബോളിനെ കുറിച്ച് യാതനകളൊക്കെ അനുഭവിച്ച് വളരുന്നതിന്റെ ഒരു കരുത്തായിരിക്കും അദ്ദേഹത്തിന്റെ ഉള്ളിലുള്ളതെന്ന് തോന്നുന്നു. ആയിരിക്കാം. അപ്പൊ അതൊരു 48 മാച്ച് കളിക്കേണ്ടി വന്നു. ഉഗ്രം ക്യാമ്പുകളായിരുന്നു. ഏറ്റവും വലിയ പ്രതിഫലം അവിടെ നിന്നാണോ കിട്ടിയത്? 80,000. ജീവിതത്തിൽ ആദ്യം കിട്ടുന്ന വലിയൊരു പ്രതിഫലമായിരിക്കും. അതെ അതെ തീർച്ചയായിട്ടും. 3 ലക്ഷത്തിനാണ് കരാറ് ചെയ്ത് കൊണ്ടുപോയത്. പക്ഷെ 80,000 കയ്യിൽ കിട്ടിയത്. നമ്മള് ഏറ്റവും കൂടുതൽ ആ എമൗണ്ട് മേടിച്ച ഒരു ആളെന്ന് തന്നെ പറയാം. കാരണം ഫുട്ബോളിൽ നിന്ന് എനിക്ക് കിട്ടിയേക്കണ ഒരു ആകെയുള്ള തുക അതാണ്. അത് ചെയ്തു ആ പൈസ കൊണ്ട്. കാര്യം നമ്മളിൽ കുറെ പൈസ അപ്രതീക്ഷിതമായിട്ട് വരികയല്ലേ. അപ്പൊ നമ്മൾക്കെന്ന് പറഞ്ഞാൽ ഇത് എന്ത് ചെയ്യണം, വലിയ പ്ലാനിങ് ഒക്കെ എടുത്തോ അതോ? ഒന്നുമില്ല സാറേ, നമ്മള് പൊളിഞ്ഞു പോയ വീടിന്റെ മെയിൻ്റെനൻസ് ഒക്കെ ഒന്ന് ശരിയാക്കി വന്നപ്പോ കാശ് തീർന്നു. മര്യാദക്ക് ആക്കി വീട്. കളിക്കളത്തിലേ ഈ ഓഡിയൻസ് ഇളകി മറിഞ്ഞ കളി എവിടെയായിരുന്നു? അതായത് ഒരു ഫുട്ബോളിന്റെ താരപ്രഭയില് ഈ ഗാലറി മുഴുവൻ ഇളകി മറിഞ്ഞു പോയിട്ടുള്ളത്. നമുക്കും ഒരു ഭയങ്കര ആവേശവും ഒക്കെ തന്ന കളി എവിടെയാണ് നടന്നത്? അതായത് ഞങ്ങള് ഇവിടെ നിന്ന് നമ്മുടെ വടക്കോട്ടുള്ള എല്ലാ സെവൻസിലും ബോയ്സിന്റെ കളി നടക്കുമ്പോൾ ഒരു സെമി ഫൈനലിനോ ഒരു ഫൈനലിന് തൊട്ട് മുമ്പ് ഒരു എക്സിബിഷൻ മാച്ച് ഗേൾസിന്റെ വെക്കും. അത് നമ്മള് എറണാകുളം ജില്ല, കണ്ണൂർ ജില്ല തമ്മിലായിരിക്കും കളി. ഒരു ഭയങ്കര വൈരാഗ്യത്തോടെയാണ് ആ കളി നടക്കുന്നത്. ത്രോ ചെയ്യുന്ന ലൈനിന്റെ അരികത്ത് വരും ജനങ്ങളുണ്ടാവും. അവരോടൊന്ന് നീങ്ങെന്ന് പറഞ്ഞിട്ട് വേണം ത്രോ ചെയ്യാൻ. അത്ര ജനങ്ങളാണ്. ഇവിടെ നമ്മൾ സെവൻസിന് ഇറങ്ങുമ്പോൾ തന്നെ നമ്മൾ ടീമിനെ കൊണ്ടുപോകുന്ന ഒരു ചേട്ടനുണ്ട്, പൈ ചേട്ടൻ എന്ന് പറയും. അദ്ദേഹം പുറകെ കൂടി വന്നിട്ട് പറയും സീസർ കട്ട് അടിക്കണോട്ടാ, സീസർ കട്ട് അടിക്കണം, 25 രൂപ 25 കൂടുതൽ തരാന്ന് പറയും. വെറുതെ പുറകെ നടന്ന് പറഞ്ഞോണ്ടിരിക്കും. അദ്ദേഹത്തിന്റെ 25 രൂപക്ക് വേണ്ടിയല്ല, ബോള് പൊങ്ങിയാല് അവിടെ നിന്ന് ആക്ഷൻ പുള്ളി കാണിച്ചിരിക്കും. ജനങ്ങളെ കയ്യിലെടുക്കാൻ ശരിക്കും സീസർ കട്ട് അതൊരു ഭയങ്കര ഇതായിരുന്നു. കാരണം ഞാൻ ഓഡിയൻസ് പ്ലേ കളിക്കുന്ന ഒരാളാണ്. ഞാൻ ഓഡിയൻസിന് വേണ്ടി കളിക്കുന്ന ഒരാളാണ്. സ്കില്ലാണെങ്കിലും ബോഡി ഫേക്കിംഗ് ആണെങ്കിലും സീസർ കട്ടാണെങ്കിലും. ഇപ്പൊ ഒരു ദൂരെയാണ് ആ ബോൾ ഇങ്ങനെ നിക്കണെങ്കിൽ ശരിക്കും വെറുതെ ഓടിച്ചെന്നാ ബോൾ കിട്ടും. എന്റെ നമ്പർ ഞാൻ കുറച്ച് ഓവറായിട്ട് എടുത്തിട്ട് ഇവിടുന്ന് പറന്ന് എന്ന് ഹെഡ് ചെയ്യും. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇവിടേക്ക് ഇങ്ങനെ ഒരഞ്ഞു പൊട്ടും, എന്നാലും വേണ്ടില്ല. അത് സിനിമ സ്റ്റൈലില്ല. അതായത് ജനങ്ങൾ കാണുമ്പോ ഹരം തോന്നാൻ വേണ്ടി ഡൈവ് ഹെഡ് ചെയ്യും. അപ്പൊ നമ്മള് കളി ഇതിപ്പോ പരിചയമായി കഴിഞ്ഞാൽ ഈ പ്രേക്ഷകരുടെ കാണികളുടെ കണ്ണ് മൊത്തം നമ്മളായിരിക്കുമല്ലോ. നമ്മളെ ഈ ചില സംഭവങ്ങൾ ഉപയോഗിക്കുന്നുള്ളൂ. അതെ അതെ. അപ്പൊ നമുക്ക് നോട്ടുവാലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ തോളത്തൊക്കെ വെച്ചിട്ട് അവര് നടന്നിട്ടൊക്കെ ഉണ്ട് ജനങ്ങള്. അപ്പൊ അതൊക്കെ ഒരു ഭയങ്കര ഒരു സന്തോഷമുള്ള നിമിഷങ്ങളാണ്. ഭയങ്കര ഹരമാണ് നമുക്ക്. സത്യത്തിൽ ആദ്യം സീസർ കെട്ടാണെന്നൊന്നും അടിച്ച് ഓർത്ത് ചെയ്തതല്ല കേട്ടാ. ബോള് പൊങ്ങിയപ്പോ ശരിക്കും കാണാൻ വേണ്ടി ചാടിയതാ. ചാടിയപ്പോ തലകുത്തി വീണിട്ട് കാലുമുട്ടിയതാ.
അതാണ് സിസർ കട്ടായിട്ട് മാറിയത്. പിന്നെ അടിച്ചടിച്ച് പഠിച്ചതാണ് ശരിക്കും. ബീഹാറിനെതിരെ കേരളത്തിൽ കളിക്കുമ്പോഴേ ആ. താങ്കൾ സെന്ററിൽ നിന്നൊരു അടി അടിച്ചല്ലോ അതെ അതെ അല്ലേ? ഒരുപക്ഷെ ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു ഗോളല്ലേ അത്? അതെ അതെ അതെ. അതെങ്ങനെയായിരുന്നു എന്റെ? അത് സെൻട്രൽ സർക്കിളിന്റെ അവിടെ ഉരുണ്ട് വന്ന ബോളത്. ശരിക്കും ഗോളാക്കണമെന്ന് വിചാരിച്ചടിച്ചതൊന്നും അല്ലത്. ആ സർവ്വശക്തി എടുത്ത് ബോളായിട്ട് അടിച്ചു. അത് റോമ എന്ന് പറയുന്ന ഒരു നമ്മൾ കണക്കെടുത്ത ഗോൾ പോസ്റ്റ് അപ്പൊ എത്ര ദൂരെയായിരിക്കും നമ്മള്? 18 നമ്മള് സെൻട്രൽ സർക്കിളിൽ നിന്ന് അടുത്ത ഹാഫ് ഗ്രൗണ്ട് കഴിഞ്ഞ് ഓ അത് ശരി. ഒരു ഹാഫ് ഗ്രൗണ്ട് കഴിഞ്ഞിട്ടുള്ളതാണ് സെൻട്രൽ സർക്കിൾ. ആ സർക്കിളിൽ ഹാഫ് ഗ്രൗണ്ട് കഴിഞ്ഞതിന്റെ എൻഡിൽ നിന്നാണ് ഞാൻ അടിച്ചത്. ആ ഷോട്ട് ഞാൻ എടുത്തത് റോമ എന്ന് പറയുന്ന ഒരു ഗോൾ കീപ്പർ കയറിയിരിക്കണായിരുന്നു, അഡ്വാൻസ് നിൽക്കണായിരുന്നു. അപ്പൊ അത് ചെന്ന് ഗോള് കയറി. ആ ഒരു ഗോള് ശരിക്കും മറക്കാൻ പറ്റാത്തൊരു ഗോള് തന്നെയാണ്. ഞാൻ അത്രയും ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചു. ആ ചരിത്രത്തിൽ സ്ഥാനം പിടിച്ചിട്ടില്ല. ഓക്കെ സന്തോഷം. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക് 40,000 രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. മോണിറ്റർ, ഏത് കായിക താരമാണ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ദുർഗ എന്നറിയപ്പെടുന്നത്? ഓപ്ഷൻ എ ശാന്തി മാലിക്, ഓപ്ഷൻ ബി ബാലാദേവി, ഓപ്ഷൻ സി ബെമ്പം ദേവി, ഓപ്ഷൻ ഡി അതിഥി ചൗഹാൻ. ഇവരെല്ലാരും കൂടി ഞാൻ കളിച്ചിട്ടുണ്ട് സാറേ. ഉണ്ടോ? എല്ലാവരും കൂടെ കളിച്ചിട്ടുണ്ടോ? ആ. എന്റെ അമ്മു. പക്ഷെ ഈ സാറ് ഇങ്ങനത്തെ ചോദ്യം ചോദിക്കുന്നു. ഇന്ത്യൻ ഫുട്ബോളിന്റെ ദുർഗ ബെമ്പം മണിപ്പൂരിന്റെ പ്ലെയറാണ്. ശാന്തി മല്ലിക് ബംഗാളിന്റെ പ്ലെയറാണ്. അതിഥി ചൗഹാൻ. അപ്പൊ ആരെയായിരിക്കും നമ്മൾ പൂട്ടാൻ പോകുന്നത്? സാറേ എനിക്ക് സഹായം വേണം. വേണം. അപ്പൊ ആരുടെ സഹായം? കുട്ടേട്ടന്റെ സഹായം. കുട്ടേട്ടനല്ലേ? കുട്ടേട്ടാ. യെസ് ബോസ്. സീന CV, ഇത് കുട്ടേട്ടന്റെ ആദ്യത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ ഒന്ന് ശരി ഉത്തരമാണ്. സി ബെമ്പം ദേവി, ഡി അതിഥി ചൗഹാൻ. ബെമ്പം ദേവി. ഓപ്ഷൻ സി. ഞാൻ പൂട്ടിയേക്കട്ടോ? ആ പൂട്ടി. ലോക്ക്ഡ്. ഞാൻ ഇവരോടൊന്നും ചോദിക്കട്ടെ, ശരിയായിരിക്കുമോ? ശരിയായിരിക്കുമോ? ശരി. ഉറപ്പാണോ മോളെ? ദേവി എന്ന ശരിയാണ്. പേര് ഒന്നും നോക്കാനില്ലല്ലോ. ഇല്ല, ദേവി എന്ന പേര് വാരിലുണ്ട്. അതുകൊണ്ടല്ലേ തെറ്റ് പറഞ്ഞാൽ ടാക്സ് അടിക്കും. അപ്പോ ഓപ്ഷൻ സി ബെമ്പം ദേവി, താങ്കൾ പറഞ്ഞ ഉത്തരം CV സീന ശരിയാണ്. 40,000 രൂപയുടെ ചോദ്യത്തിനാണ് താങ്കൾ ഉത്തരം പറഞ്ഞത്. ബോസ്. ഓക്കെ, കുട്ടേട്ടൻ എന്തോ പറയാൻ വന്നു. സീന CV, ആ. ഷില്ലോങ്ങിൽ ഒരു മത്സരത്തിനിടെ ആ. കൂടെ കളിച്ച ഒരു മത്സരർ അദ്ദേഹത്തിന്റെ മൂക്കിൽ ഇടിച്ച് ചോര വരുത്തി എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കുന്നു. താങ്കൾക്ക് റെഡ് കാർഡ് കിട്ടുകയും ചെയ്തു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ലേ? അതെ. ഇടിച്ചോ? ആ. ഇടിക്കേണ്ടി വന്നോ? എന്താ പറ്റിയത്? സാറേ എന്റെ കാല് സ്റ്റിച്ച് ചെയ്തിട്ടേക്കായിരുന്നു മുറിഞ്ഞിട്ട്. അപ്പൊ അത് വെച്ചാ ഞാൻ കളിച്ചോണ്ടിരുന്നത്. ആ അവര് ഇപ്പൊ ഇതേ ഉദ്ദേശം തന്നെ എന്നെ ഒരു 2-3 പേര് ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ലോക്ക് ചെയ്യാനുള്ള പരിപാടി. ലോക്ക് ചെയ്തിട്ടുണ്ടായി. അപ്പൊ ലോക്ക് ചെയ്ത് ഡിസ്ക്വാളിഫൈ ചെയ്യാ, അതാണോ? എന്നെ ലോക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ പ്രാവശ്യം കാലിട്ടടിച്ച് ഞാൻ വീണു. ആ. ഒരു 7 പ്രാവശ്യമെങ്കിലും എന്നെ അടിച്ചിട്ടുണ്ട് താഴ്ത്ത്. ആ. അപ്പൊ ഒരു 7ാമത്തെ തവണയപ്പോൾ എനിക്കത് വീണ്ടും ക്ഷമിക്കാൻ പറ്റിയിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെടുമായിരുന്നു. പക്ഷെ എനിക്ക് എന്റെ ക്ഷമ ഒടിഞ്ഞു. ഞാൻ ആ വീട് കിടന്നിടത്തുനിന്ന് ചാടി എഴുന്നിട്ട് ഒറ്റ ഇട്ട് കൊടുത്തു മൂക്കിനിട്ട്. അപ്പൊ ചോര വന്ന് റഫറിയുടെ മുമ്പിൽ വെച്ച് അടിച്ചത്. കാർഡ് റെഡ് എടുത്തിട്ട് പുറത്തു പോയിക്കോളാൻ പറഞ്ഞു. പിന്നെ പുറത്ത് ഗാലറിയിൽ ടീമിന്റെ ഒപ്പം കയറാൻ പാടില്ല, ടീമിന്റെ ഒപ്പം വരാൻ പാടില്ല, ജേഴ്സി നമ്മൾ ഇടാൻ പാടില്ല. ആ ടൂർണമെന്റ് തീരണവരും പുറത്ത് ഞാൻ ഗാലറിക്കിലിരുന്ന് ഞാൻ കളി കാണണേ. ഞാൻ ജീവിതത്തിൽ ഞാൻ റെഡ് മേടിക്കൂല എന്ന് തീരുമാനിച്ച ഒരു കളിയും കൂടിയായിരുന്നു. ആദ്യത്തെ അവസാനത്തെ എന്റെ അതെ. ഒടിഞ്ഞാലും നമ്മള് ഇങ്ങനെ ചാഞ്ഞു പോയാൽ നമ്മൾ തിരിച്ചു പിടിക്കും. പിന്നെ എവിടെയെങ്കിലും ഇതുപോലെ ലോക്ക് ചെയ്ത പാർട്ടികളെ ഇടിക്കാൻ തോന്നിയിട്ടുണ്ടോ? പ്രലോഭനം തോന്നിയാൽ ഇടിക്കില്ല, ഒന്നും ചെയ്യൂല. എന്നെ കൊണ്ട് ഇടിപ്പിക്കരുത് നമ്മള് അല്ലേ? ഇല്ല, ഞാൻ അവരെ കാല് പിടിക്കും. എല്ലാം ഒന്നും ചെയ്യരുതെന്ന് പറയും. ഈ ദേശീയ താരമൊക്കെ ആയതിനു ശേഷവും താങ്കൾക്ക് സാമ്പത്തികമായിട്ട് വലിയൊരു നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അല്ലേ? ഇല്ല. അത് കഴിഞ്ഞിട്ടാണോ അവസാനം റെയിൽവേ ബോർഡിന്റെ കോഫി ഹൗസിലേക്ക് പോയത്? അതെ അതെ അതെ. കോഫി അടിക്കുക അല്ലെ? എനിക്ക് തോന്നുന്നത് ഈ ഒരു ദേശീയ താരമൊക്കെ ആവുമ്പോഴേ നമുക്ക് ആവശ്യത്തിലധികം പൈസ കിട്ടില്ലേ ജീവിക്കാൻ വേണ്ടി? സാറിനോട് ഞാൻ പറഞ്ഞില്ല നേരത്തെ, കളിച്ച് പൈസ കിട്ടിയത് എനിക്ക് ആ ഈസ്റ്റ് ബംഗാളിന് വേണ്ടി കളിച്ചപ്പോ 80,000 രൂപയുള്ളൂ. അല്ലാതെ ഞങ്ങൾക്കൊന്നും കളിച്ച പൈസ കിട്ടില്ല, ജോലി കിട്ടുള്ളൂ. ക്യാഷ് കിട്ടില്ല. ആ ക്യാഷൊക്കെ കിട്ടണത് ഇപ്പോഴല്ലേ സാർ? ISL എല്ലാത്തിനും പൈസ കിട്ടി തുടങ്ങി ഇപ്പോഴാണ്. അതെ, ഇപ്പോഴാണ്. മുമ്പൊന്നും അങ്ങനെ ഇല്ല, ക്യാഷ് ഒന്നും ഇല്ല. നമ്മള് കഷ്ടപ്പാട് തന്നെ, എല്ലാവരും കഷ്ടപ്പാടാണ്. എന്റെ മാത്രം ഞാനിങ്ങനെ പറയുന്നോണ്ട് അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും ഇതിലേക്കാളും കൂടുതൽ അനുഭവിച്ചവരുണ്ടാവും സാറേ, ഒത്തിരി ഉണ്ടാവും. അപ്പൊ നമ്മുടെ ഈ റെയിൽവേയുടെ കാപ്പിക്കടയിൽ പോയല്ലോ, കാപ്പിക്കാരിയായിട്ട്. അപ്പൊ അവിടെ എന്തായിരുന്നു പരിപാടി? സാറേ ഞാനൊരു പ്രാർത്ഥനാലയത്തിൽ പോകുമായിരുന്നു. അപ്പൊ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ പ്രാർത്ഥനാലയം എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസമായിട്ട്. അപ്പൊ അവിടുന്ന് അവര് പറഞ്ഞു ഞങ്ങൾ ഇതിന് പുതിയ കാപ്പിക്കുരു പൊടിച്ചിട്ട് കാപ്പിയായി മാറുന്ന ഒരു മെഷീൻ ഞങ്ങൾ വെക്കുന്നുണ്ട്,
താങ്കൾ അതിൽ നിൽക്കുന്നുണ്ടോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിൽക്കാന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി നിൽക്കുകയാണ് ചെയ്തത്. അപ്പോൾ പിന്നെ സുനിൽ സാർ എന്ന് പറഞ്ഞൊരു സാറ് കേരള കൗമുദിയിൽ എനിക്ക് നല്ല രീതിയിൽ എഴുതി. അത് നമ്മുടെ ഹൈക്കോടതിയിൽ ഒരു മേഡം ഉണ്ടായിരുന്നു, ആ മേഡത്തിൻ്റെ സഹായത്തോടെയാണ് അത് എഴുതിയത്. ആ എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ പിറ്റേ ദിവസം നവാബ് രാജേന്ദ്രനും അദ്ദേഹവും ഇത് കണ്ട് ഞാൻ ഇവിടെ നിൽക്കുന്നത്. മുമ്പ് എന്താ ചെയ്തിരുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സാറേ ഞാൻ ഇങ്ങനെ ഒരു ഇന്ത്യൻ ഇന്റർനാഷണൽ ഫുട്ബോൾ പ്ലെയർ ആണ്, ജോലിയൊന്നും കിട്ടിയിട്ടില്ല സാറേ എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന്റെ ഒരു നേച്ചർ, അതെ അദ്ദേഹത്തിന്റെ റെയിൽവേ സ്റ്റേഷൻ വെച്ചാണ്, സൗത്ത് റെയിൽവേ സ്റ്റേഷൻ. അപ്പൊ അതെ അദ്ദേഹത്തിന്റെ ഒരു നേച്ചർ അനുസരിച്ച് പിന്നെ കേരള കൗമുദി സുനിൽ സാറ് താങ്കളോട് വരുന്ന കാര്യം വടയാറിന് അറിയത്തില്ല. അല്ലല്ലേ, അദ്ദേഹത്തിനോട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് സാർ. ശരിക്കും താങ്കൾ ഇപ്പൊ നിൽക്കുന്ന ഈ പോസ്റ്റിന് കാരണക്കാരൻ. അതെ തീർച്ചയായിട്ടും അദ്ദേഹമാണ്. അപ്പൊ അദ്ദേഹം കേരള കൗമുദിയിലാണോ? അതെ കേരള കൗമുദിയില. അപ്പൊ അദ്ദേഹം എഴുതിയതിന്റെ ഇന്ത്യൻ വനിതാ ഫുട്ബോളർ കാപ്പിക്കാരി കാപ്പി കച്ചവടക്കാരിയായി എന്ന് പറഞ്ഞാണ് എഴുതിയത്. നവാബിനെതിരായിട്ടുള്ള കണക്ഷൻ വന്നത് ഈ വാർത്ത വായിച്ചതിന്റെ ഒരു ഇതാണോ? അദ്ദേഹം എഴുതിയതിന്റെ പിറ്റേ ദിവസം ഞാൻ പറഞ്ഞില്ല, സാറിനെ കണ്ട് സാറിന്റെ ഒരു നേച്ചർ അനുസരിച്ച് സാറ് ഒരു 10-20 പത്രക്കാരെ അങ്ങോട്ട് വിട്ടു. പിന്നെ എല്ലാ ആഴ്ചയിലും കാപ്പിക്കാരുടെ കഥ എല്ലാ ദിവസവും പത്രങ്ങളിൽ വന്നു. എല്ലാ ദിവസവും പത്രങ്ങളിൽ വന്നതിന്റെ അടിസ്ഥാനത്തിൽ ക്യാബിനറ്റ് ഇല്ല എന്ന് തോന്നുന്നുണ്ട്. ആ ഡിസിഷൻ എടുക്കാൻ സാർ എന്നെ നായനാർ സാർ അങ്ങോട്ട് വിളിച്ചു, അവിടെ വരാൻ പറഞ്ഞു, ട്രിവാൻഡ്രത്ത് വരാൻ പറഞ്ഞു. എന്നിട്ട് ചോദിച്ച് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തി. അപ്പൊ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ഒക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും കുട്ടികളകത്ത് വിളിക്കാൻ പറഞ്ഞു. ഞാൻ ചെന്നു, ഞങ്ങൾ രണ്ടുപേരുണ്ടായിരുന്നു. ചെന്നു കാപ്പി പിടിച്ചു വന്നു, എന്നിട്ട് കാപ്പി തന്നു. കുറെ നല്ല സ്നേഹത്തോടെ നമ്മുടെ ഒരു വീട്ടിലെ കാരണം അവര് സംസാരിക്കുന്നത് പോലെ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചു. കൊള്ളാം അങ്ങനെ പറഞ്ഞു, അങ്ങനെ സംസാരിച്ചു. കുറെ നേരം അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടിരുന്നു. എന്നിട്ട് സെക്രട്ടറിയോട് പറഞ്ഞു പോകുമ്പോ കുട്ടികൾക്ക് വണ്ടി കാശ് കൊടുത്തു വിടണോട്ടാ. അതെ, അപ്പൊ ക്യാഷ് തന്നിട്ടാണ് പറഞ്ഞു വിട്ടത്. ഞാൻ പിന്നെ ഒരാഴ്ച കഴിഞ്ഞില്ല, വീട്ടിലിരിക്കുമ്പോ സീനക്ക് സർക്കാർ ജോലി കൊടുക്കാൻ തീരുമാനിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഏത് സീനായിരിക്കും നിർത്തി ഞാനിങ്ങനെ തിരിഞ്ഞു നോക്കിയപ്പോ എന്നെ തന്നെ ടി വിയിൽ കാണിക്കണം. ഞാൻ ഒരൊറ്റ ചാട്ടമായിരുന്നു, എനിക്ക് ജോലി കിട്ടിയെന്ന് പറഞ്ഞു. ഭയങ്കര സന്തോഷമായിരുന്നു. ഭയങ്കര സന്തോഷം കൊണ്ട് തുള്ളിച്ചാടണായിരുന്നു. എന്നുവെച്ചാൽ അങ്ങനെ ഒരു ജോലി കിട്ടുമെന്ന് നമ്മൾ സ്വപ്നം കണ്ടല്ല സാറേ കളിച്ചത്, കളിച്ചു പോയതാണ്. സെയിൽ ടാക്സിലാണ്. അതെ അതെ. ഒരുപാട് സാധാരണക്കാർ വരുന്നൊരു സ്ഥലമാണ് ഈ സർക്കാർ സർവീസ്, ഗവൺമെന്റ് ഡിപ്പാർട്ട്മെന്റ്സ് എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമ്മളുടെ ഒരു പ്രതികരണ രീതിയും നമ്മുടെ പെരുമാറ്റവും കണ്ടീഷൻ ചെയ്യാൻ നമ്മുടെ ഈ മുൻകാല ദാരിദ്ര്യം നമ്മളെ പ്രേരിപ്പിക്കുമോ? ജീവിതത്തിന്റെ അനുഭവം വെച്ചുകൊണ്ട് മാത്രം ഒരാള് നല്ലത് ചെയ്യണമെന്നില്ല സാറേ. ഇല്ല, ഒരിക്കലും ഇല്ല. ഓപ്പോസിറ്റ് ആവും, ഓപ്പോസിറ്റ് ആവും. പക്ഷെ എന്റെ ഒരു നേച്ചർ എന്റെ അമ്മയുടെ കണ്ടിട്ടായിരിക്കണം. എല്ലാവരോടും സ്നേഹമാണ് ഞാൻ, എല്ലാവരെയും സഹായിക്കും. അതെ അതെ അതെ, എല്ലാവരെയും സഹായിക്കും. അങ്ങനെ സഹായിച്ചിട്ട് ഒരു പണിയും കിട്ടിയിട്ടുണ്ട് എനിക്ക്. ഒരു ദിവസം ഞാൻ ഓഫീസിലോട്ട് കയറി ചെല്ലുമ്പോൾ ഒരു ബിഗ് ഷോപ്പറായിട്ടൊരു പ്രായമുള്ളൊരു ചേട്ടൻ അവിടെ ഇരിക്കണം. ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോൾ ആ ചേട്ടൻ അവിടെ ഇരിക്കണം. ഞാൻ 3 മണിക്ക് ഓഫീസിൽ നിന്ന് ഇറങ്ങുമ്പോഴും അദ്ദേഹം അവിടെ ഇരിക്കണം. അപ്പം ഞാൻ എൻ്റെ ഇപ്പം സാറ് പറഞ്ഞ പോലത്തെ സ്വഭാവം ഉണർന്നു. ഞാൻ ചോദിച്ച് എന്തെങ്കിലും സഹായിക്കണോ, എന്താ ഇവിടെ ഇരിക്കണം, ആരെങ്കിലും കാണാൻ വന്നതാണോ, ഞാൻ സഹായിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാനിങ്ങനെ ഒരു കച്ചവടമൊക്കെ നടത്തിയിരുന്നത്, ഇപ്പം കട പൂട്ടിപ്പോയി, എനിക്കൊന്ന് കേസ് കൊടുക്കാൻ വേണ്ടി വന്നതാണെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങളുടെ മുകളിൽ ട്രൈബ്യൂണൽ എന്ന് പറഞ്ഞ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തന്നെ കേസ് നടക്കുന്ന ട്രൈബ്യൂണലാണ്. അപ്പം ഞാൻ അവിടെ വരുന്നൊരു വക്കീലിൻ്റെ എനിക്കറിയാം, ഒരു അദ്ദേഹത്തിൻ്റെ പേരിൽ ഞാൻ പുള്ളിയുടെ നമ്പർ എടുത്ത് കൊടുത്തിട്ട് പറഞ്ഞ് ഇദ്ദേഹത്തിനെ കണ്ടാൽ മതി, ഇദ്ദേഹമാണ് പ്രൈവറ്റ് കേസുകളൊക്കെ എടുത്തിട്ട് വാദിക്കുന്ന അദ്ദേഹമാണെന്ന് പറഞ്ഞ് നമ്പർ കൊടുത്ത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സമൻസ് തന്നേക്കണ്. ലോ ഓഫീസിലെ ഫുട്ബോൾ താരം CV സീന തന്ന നമ്പർ വെച്ചാണ് ഞാൻ കേസ് കൊടുത്തതെന്നും പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം എൻ്റെയും കൂടി പേര് ഉൾപ്പെടുത്തിയിട്ട് പിന്നെ ഞാൻ അതിന്റെ കുറെ നാൾ നടക്കേണ്ടി വന്നു. പണി തന്നു. ഇങ്ങനെയും സംഭവിക്കാം. പണിയെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, പണി കിട്ടാതെ അല്ലേ. താങ്കൾ ഇന്ത്യൻ ടീമിലേക്ക് കയറി, ഒരുപക്ഷെ താങ്കളുടെ സ്വപ്നത്തിലെ ഏറ്റവും വലിയ സ്വപ്നം ചിറക് വെച്ച ഒരു സംഭവമായിരുന്നു. ഒരു യാഥാർത്ഥ്യത്തിലേക്ക് താങ്കൾ പോയി ഇന്ത്യൻ ടീമിൽ കയറി പറ്റിയത് എങ്ങനെയാ സാറേ? ഞാൻ അന്ന് ഇതൊക്കെ അത്ര എളുപ്പമാണോ? അല്ല സാറേ, എളുപ്പമല്ല. ഒരു മാസം ഒരു 100-120 പേര് എടുത്തിട്ട് അവിടെ എലിമിനേറ്റ് ചെയ്ത് കുറച്ച് പേരെ പറഞ്ഞു വിടും. പിന്നെ അടുത്ത മാസം ക്യാമ്പ് നടത്തും, എലിമിനേറ്റ് ചെയ്യും, പറഞ്ഞു വിടും. അങ്ങനെയാണ് ക്യാമ്പുകളുടെ ഇത്. അപ്പൊ 120 90 90 80 80 ഞാൻ 30 നിൽക്കണേണ് ലാസ്റ്റ് സെലക്ഷൻ. ജർമ്മനിക്ക് പോകാനുള്ള സെലക്ഷൻ. ഞാൻ സായില്, അതായത് ഡൽഹിയിൽ നിന്ന് സായിലോട്ട് വന്ന സായിലെ ക്യാമ്പ് നടന്നുകൊണ്ടിരിക്കുന്നത്, കൽക്കട്ട സായി. അപ്പൊ തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ ഇതേപോലെ വലിയ ഗ്രൗണ്ടാണ് അവിടെ.
തൊട്ടപ്പുറത്തെ ഗ്രൗണ്ടിൽ ബൈച്ചിങ് കുട്ടിയ, എം വിജയൻ, ജോപ്പോളഞ്ചേരി എല്ലാവരും കളിക്കുന്നുണ്ട്. അദ്ദേഹം ഞാൻ സെലക്ഷൻ കാണാൻ വേണ്ടി വന്നു. അപ്പൊ ഞാൻ രാവിലെ വിജയനോ? ആ വിജയനെ കാണുന്നുണ്ട്. അതെ. അപ്പോ സാറും അവിടെ കളിക്കുന്നുണ്ട്, അവരുടെ ടീമും കളിക്കുന്നുണ്ട്. ഞങ്ങളുടെ സെലക്ഷൻ നടക്കുന്നതിന് തൊട്ട് മുമ്പ് 7 മണിക്കാണ് സെലക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു 5 മണിയായപ്പോൾ ഞാൻ ചെന്നേക്കണേന്ന്. ചെന്ന് ഞാൻ ആ ഗ്രൗണ്ടിൽ കുമ്പിട്ട് കരഞ്ഞ് അങ്ങോട്ട് പ്രാർത്ഥിച്ചു, ഭയങ്കരമായിട്ട് പ്രാർത്ഥിച്ചു. എനിക്ക് സെലക്ഷൻ കിട്ടിയാൽ മതിയാവൂ. ഞാനാണ് സെലക്ഷൻ കിട്ടൂലെന്ന് എനിക്ക് ഉറപ്പുള്ള ഒരാൾ. കാരണം അത്രയും ദിവസമായിട്ട് എൻ്റെ പാസ്പോർട്ട് മേടിച്ചിട്ടില്ല. അപ്പം എനിക്കറിയാം എനിക്ക് സെലക്ഷൻ ഇല്ല എന്നുള്ളത്. പക്ഷെ ഞാൻ പ്രതീക്ഷ കൈവിട്ടില്ല. ഞാൻ ചെന്ന് ഞാൻ ആ ഗ്രൗണ്ടിൽ കുമ്പിട്ട് കിടന്ന് പ്രാർത്ഥിച്ച് ഒരു 7 മണിയൊക്കെ ആയി കഴിഞ്ഞപ്പോഴത്തേക്കും ക്യാമ്പ് വാമപ്പ് തുടങ്ങി കഴിഞ്ഞപ്പോൾ ഞാൻ മണിപ്പൂരിലെ കുറച്ച് പിള്ളേരും ഞങ്ങളും കൂടി വാമപ്പ് ചെയ്ത് ഒരു കുട്ടി ഒരു ബോളെ ചവിട്ടി തന്നെ വെറുതെ താഴ്ത്തോട്ട് വീണു. പക്കടോമ്മ പിന്നെ ചോടോ എന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിൽ ആ കുട്ടി. പിന്നെ അതിനെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അത്രയും നമ്മൾക്ക് അറിയുള്ളൂ. ക്യാമ്പ് സെലക്ഷൻ നടന്നു. സാറേ ഞാൻ ഓർക്കണേണ്, ഞാൻ അന്ന് കളിച്ച കളി കംപ്ലീറ്റ് ത്രൂ പാസ്സായിരുന്നു. 2 ഡിഫൻഡറിൻ്റെ ഇടയിൽ കൂടിയുള്ള ത്രൂ പാസുകൾ കംപ്ലീറ്റ്. ബോള് ബിൽഡപ്പ് ചെയ്ത് ബോൾ മേടിക്കും ഞാൻ. എല്ലാ ഗോൾ കീപ്പറിൻ്റെ അടുത്ത് നിന്ന് ഞാൻ ബോൾ വാങ്ങിയിട്ട് ബിൽഡപ്പ് ചെയ്ത് കളിച്ച് കൊണ്ടുവന്ന് ക്രോസ് കൊടുത്ത് ശരിക്കും ഞാൻ അതുപോലത്തെ ഒരു കളി ജീവിതത്തിൽ കളിച്ചിട്ടില്ല. അത്ര ഏറ്റവും മനോഹരമായി കളിച്ചെന്ന് എനിക്ക് ഇപ്പോഴും പറയാൻ പറ്റണമെന്ന്. എനിക്ക് അത്ര പവർഫുൾ ഗെയിമായിരുന്നു അന്ന് കളിച്ചത്. എല്ലാവരും വന്ന് IM വിജയൻ സാറും വന്നിട്ട് പറഞ്ഞ് നല്ലോണം കളിച്ചിട്ടായിരുന്നു, നല്ല കളിയായിരുന്നെന്ന് പറയും. സെലക്ഷൻ ലിസ്റ്റ് വായിച്ചിട്ടേ ഇല്ല, പറഞ്ഞിട്ടുമില്ല. ആ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ കുട്ടി ഫസ്റ്റ് 11 കളിക്കുന്ന കുട്ടിയാണ്. നല്ല സെൻട്രൽ മിഡ്ഫീൽഡാണ്. ആ കുട്ടി സെലക്ഷൻ ഓൾറെഡി ഉള്ള കുട്ടിയാണ്. അപ്പോൾ ആ കുട്ടിയുടെ വിവരം അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് രാവിലെ വായിച്ചില്ല, ഉച്ചക്ക് വായിച്ചില്ല, രാത്രി വായിച്ചില്ല. രാത്രി ഒരു 11 മണി കഴിഞ്ഞ സമയത്ത് ഹോസ്റ്റലിലോട്ട് വന്ന് പറഞ്ഞ് ഫുട്ബോളേഴ്സ് എല്ലാവരും ഇറങ്ങി വരാൻ പറഞ്ഞു. അപ്പോൾ ഞാനും ഇറങ്ങിയൊക്കെ ചെന്ന് എല്ലാവരും താഴ്ത്തിയിരിക്കണേണ്. അപ്പോൾ ഈ ലിസ്റ്റ് പേപ്പർ സാർമാരുടെ കൈ കണ്ടപ്പോൾ തന്നെ കൈയൊക്കെ ഇങ്ങനെ വിറക്കാൻ തുടങ്ങി. സത്യം. ഞാനിങ്ങനെ കുമ്പിട്ടിരിക്കണേണ്. ഞാൻ തല പൊക്കി പോലും നോക്കണില്ല. അങ്ങനെ കുമ്പിട്ടിരുന്നിട്ട് എൻ്റെ ഷർട്ട് ഇങ്ങനെ എനിക്ക് അനങ്ങണത് എനിക്ക് കാണാം, പേടിച്ചിട്ട്. അപ്പം ഇങ്ങനെ ഗോൾ കീപ്പർ വായിച്ച്, ഡിഫൻസ് വായിച്ച്, മിഡ്ഫീൽഡ് വായിച്ച്. മിഡ്ഫീൽഡ് 4ാമത്തെ പേര് CV സീന എന്ന് പറഞ്ഞ് വായിച്ചപ്പോൾ എൻ്റെ ഒരു ഇരിപ്പങ്ങാടി ഇരുന്നു. എന്താ സഹിക്കാൻ പറ്റാത്ത സന്തോഷം. അതെനിക്ക് ഏറ്റവും എൻ്റെ മനസ്സിൽ നിന്ന് പോകാത്തൊരു. എനിക്ക് ആ പേര് വായിച്ചില്ലായിരുന്നു ഞാൻ ഇന്ന് ആരും. ഞാൻ അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട് സാറേ ഫുട്ബോളിന് വേണ്ടി. അത്ര ഒറ്റ കിടന്ന് ഞാൻ മതലേട്ടടിച്ച് പ്രാക്ടീസ് ചെയ്ത് പഠിച്ചതാണ്. കുറെ കാര്യം എന്നാരും പഠിപ്പിച്ചതല്ല. കുറെ കോച്ചുമാരുണ്ട്, രഞ്ജി സാർ, രജനോട് സാർ, ജോ സാർ, അങ്ങനെ കുറെ കോച്ചുമാരുണ്ട്. പക്ഷെ എനിക്ക് വേണ്ടതെല്ലാം ഞാൻ ഒറ്റക്ക് പഠിക്കുമായിരുന്നു. പക്ഷെ ആ സെലക്ഷനും കൂടി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഞാൻ ആ ഫുട്ബോൾ ചിലപ്പോൾ അവിടെ വെച്ചാൽ നിർത്തിപ്പോയാൽ. അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ട്. ആ പേര് വെച്ചിട്ട് എല്ലാ പിള്ളേരും ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ടുണ്ട്. നിനക്ക് അർഹിച്ചതാ കിട്ടിയെന്ന് പറഞ്ഞു. നീ അത്ര നല്ല കളി കളിച്ചു. അന്ന് എനിക്ക് ആദ്യമായിട്ട് നല്ലൊരു പാൻറ്, ഷർട്ട്, ഗ്രേ കളർ 2 പാൻറ്, 2 വെള്ള ഷർട്ട്, 2 ടൈ, ഷൂസ്. ഞാൻ ടൈയൊക്കെ കെട്ടി, വെള്ള ഷർട്ടൊക്കെ ഇട്ട് ടൈയൊക്കെ കെട്ടി കോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യമായിട്ട് ഞാൻ എൻ്റെ കണ്ണാടിയിൽ തന്നെ ഇത്ര ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത്. ഇങ്ങനെ നിൽക്കണേ നല്ല മിടുക്കൻ്റെ പോലെ. എന്നെ നല്ല ഭംഗിയുണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് ഞാൻ മാറിയിട്ടില്ല. കാരണം എന്നെ കണ്ടിട്ട് എനിക്ക് കൊതി തീരാത്തതുപോലെ. ഈ ഡ്രസ്സൊക്കെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. ഇത്ര വില കൂടിയ ഡ്രസ്സ്, അത്ര ഭംഗിയുള്ള ഡ്രസ്സൊന്നും ഞാൻ ജീവിതത്തിൽ ഇട്ടിട്ടില്ല. അതെന്റെ ഫസ്റ്റ് ഇന്റർവ്യൂ. ഓക്കെ, എനിക്ക് താങ്കളുടെ വേദന മനസ്സിലാകുന്നു. ഓക്കെ, എനിക്കറിയാം ഇപ്പോഴും താങ്കൾ ഓരോ ജീവിതത്തിലെ അനുഭവങ്ങളൊക്കെ പറയുമ്പോൾ താങ്കൾ ഗദ്ഗത കണ്ടയായി പോകുന്നുണ്ട്. വളരെ കണ്ണൊക്കെ നിറയുന്നു. എനിക്കത് മനസ്സിലാകുന്നു. കാര്യം താങ്കളുടെ അനുഭവങ്ങൾക്കൊക്കെ ചോരയുടെ മണമുണ്ട്. ചില സ്ഥലത്തേക്ക് വല്ലാത്ത അവഗണനയൊക്കെ താങ്കൾക്ക് ജീവിതത്തിലുണ്ടായിട്ടുണ്ട്. ആദ്യത്തെ സെലക്ഷൻ പോകുമ്പോഴും താങ്കൾ അവഗണിക്കപ്പെട്ടു അല്ലേ? എനിക്ക് തോന്നുന്നത് ഈ ഇടനിലക്കാരും ഇടപാടുകാരും ശുപാർശക്കാരും ഒക്കെ വേണം ഇങ്ങനെയുള്ള ഉയരങ്ങളിൽ എത്താൻ എന്ന് പഠിപ്പിക്കുന്ന അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇഷ്ടം പോലെ ഉണ്ടാകും. താങ്കളുടെ അനുഭവത്തിലും ഉണ്ടായി ആദ്യത്തെ സെലക്ഷനിൽ? ഇന്ത്യൻ ടീം ജയലളിത കപ്പായിരുന്നു ആദ്യം. അതിലും ഇതേപോലെ തന്നെ 100-120 പേരിൽ നിന്നാണ് ഞാൻ ഈ ലാസ്റ്റ് 25 പേരിൽ പെട്ടേക്കണത്. ഈ 25 പേരിൽ 23 പേരെടുത്തപ്പോഴും ഞാനുണ്ട്. പക്ഷെ ലാസ്റ്റ് ഡൽഹിയിൽ നിന്ന് തന്നെ എനിക്ക് മാത്രം. അന്ന് നമ്മുടെ കേരളത്തിലൊരു കോച്ചായിരുന്നു ബാലൽ എന്ന് പറയും. അദ്ദേഹമായിരുന്നു എൻ്റെ ക്യാമ്പ് കോർഡിനേറ്ററും കോച്ചും ഒക്കെ. എനിക്ക് മാത്രം സെലക്ഷൻ തന്നില്ല. എന്നിട്ട് എന്നെ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റിൽ, ഒരു ഭാഷ പോലും എനിക്ക് ആ സമയത്ത് അറിയില്ല. എന്നാണ് നമ്മളെന്തെങ്കിലും സംസാരിക്കും. അന്ന് എന്നെ ആ ഒറ്റക്ക് കയറ്റി വിട്ടു. ഞാൻ ആ അൺറിസർവ്ഡ് കമ്പാർട്ട്മെന്റ് ആ മുകളിൽ കയറി ഇരുന്നിട്ട് ഒന്ന് വാഷ്റൂമിൽ പോകാൻ പോലും ഞാൻ താഴത്തോട്ട് ഇറങ്ങിയാൽ എനിക്ക് ആ സീറ്റ് നഷ്ടപ്പെടും. അത്രയും മുകളിൽ ഞാൻ ആ ഇരുന്നിരിപ്പ് രാത്രിയും പകലും ഭക്ഷണം പോലും കഴിക്കാതെ ഞാൻ തിരിച്ചിവിടെ കേരളത്തിലെത്തി. അതെൻ്റെ ആദ്യത്തെ ഇന്ത്യൻ ക്യാമ്പിൽ. എനിക്ക് പല കുറവുകളുണ്ടായിട്ടായിരിക്കും എന്നെ പറഞ്ഞു വിട്ടേന്ന് ഓർത്ത് ഞാൻ ഒറ്റക്ക് 2 മണി വരെ ഒറ്റക്ക്
മഹാരാജ് കോളേജ് ഗ്രൗണ്ടിൽ ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ആ സ്റ്റെപ്പിന്റെ ഏറ്റവും മുകളിൽ ആ സ്റ്റെപ്പിന്റെ ഏറ്റവും മുകളിൽ ഞാൻ ബോൾ അടിച്ചിടും, പോയെടുക്കും, തിരിച്ചു വരും, വീണ്ടും അടിച്ചിടും, തിരിച്ചു വരും. അങ്ങനെ ഞാൻ ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. കാരണം എനിക്ക് എന്ത് കുറവുണ്ടായിരിക്കാം ചിലപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടാതെ പോയത്. എന്നാ കുറവുകളെല്ലാം നികത്താന്ന് പറഞ്ഞ് ഞാൻ ഒറ്റക്ക് പ്രാക്ടീസ് ചെയ്യുമായിരുന്നു. ശരിക്കും എന്തായിരിക്കാം കാരണം? അറിയില്ല അല്ല, നമ്മുടെ റീഡിങ് എന്താ? നമുക്കൊരു ഞാൻ നല്ല കളി കളിച്ചിട്ടുണ്ട്. ചിലപ്പോ കളി നല്ല കളിക്കണവര് ഉണ്ടായി കാണും സാറിന്റെ ശ്രദ്ധയില്. പക്ഷെ ആ എടുത്ത പ്ലേയേഴ്സുകളില് ഞാൻ തന്നെ ആയിരുന്നു നല്ല പ്ലെയർ. അതിൽ നമുക്ക് പിന്നീട് വലിയ സങ്കടമായി കാണും. അതെ, ഞാൻ ആ പൊസിഷനിൽ ഞാനായിരുന്നു നല്ല പ്ലെയർ. എനിക്കതറിയാം. ഓക്കെ. അപ്പൊ നമ്മള് ഇതുപോലെ സാർ നേരത്തെ പറഞ്ഞ പോലെ ആരും ഇല്ലാഞ്ഞതിന്റെ ഒരു കുറവാണ്. ഓക്കെ, നമുക്കിനി അടുത്ത ചോദ്യത്തിലേക്ക്, 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. 50,000 ഓക്കെ നമ്മൾ ഈ അടുത്ത ലെവലിലേക്കാ. ഓക്കെ. അപ്പൊ ഒന്ന് പിടിച്ചോണം. ആ. മഹാരാജാസ് കോളേജിന്റെ മതിലേക്ക് അടിച്ചു കയറ്റിയോലല്ല, വീടാ നോക്കിക്കോണം. കുട്ടേട്ടാ, ലെവൽ 2. അപ്പൊ നമുക്കിനി 1,00,000 രൂപയുടെ ചോദ്യത്തിലേക്കാണ് പോകുന്നത്. നമ്മൾ വെച്ചടി കയറിക്കൊണ്ടിരിക്കുകയാണ്. സർ. ഓക്കെ, മോണിറ്റർ. താങ്കളെ ഞാനൊരു വീഡിയോ കാണിച്ചു തരാൻ പോവാണ്. നമ്മൾ ഇനി ചോദ്യത്തിലേക്ക്, ഏത് ചിത്രത്തിലേതാണ് ഈ ഗാനം? ഓപ്ഷൻ എ വൈറസ്, ഓപ്ഷൻ ബി ജേക്കബിന്റെ സ്വർഗരാജ്യം, ഓപ്ഷൻ സി സുഡാനി ഫ്രം നൈജീരിയ, ഓപ്ഷൻ ഡി സുലൈഖ മാൻസിൽ. സരസി സുഡാനി ഫ്രം നൈജീരിയ. ആ സിനിമ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. സാർ ആ സെവൻസ് കളിക്കുമ്പോഴാണ് ഞാൻ എന്റെ കളി ഞാൻ പറയണത്. ആണോ? അതുപോലെയാണ് സെവൻസിൽ ഞങ്ങൾ കളിക്കണത്. ഓ, അത് ശരി. അങ്ങനെ അത്രയും ജനങ്ങളുടെ ഇടയിൽ നിന്ന് ഞങ്ങൾ കളിക്കണത്. അപ്പൊ എനിക്കിത് പൂട്ടാമോ? 1,00,000 രൂപയുടെ ചോദ്യമാണ്, അബദ്ധം പറ്റരുത്. ഇല്ല സാറേ. ഓക്കെ, ഓപ്ഷൻ സി സുഡാനി ഫ്രം നൈജീരിയ. അപ്പൊ ഇന്ത്യക്കാരൻ പൂട്ടുന്നു. അതെ. ഓക്കെ, പൂട്ടി. സുഡാനി ഫ്രം നൈജീരിയ. താങ്കൾ പറഞ്ഞ ഉത്തരം ഒരു കളിയാളി കേട്ടോ ഞാൻ. ശരിയാണെന്ന് പറയാ സാറേ. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ സി 1,00,000 രൂപ കിട്ടി. ഈ സെവൻസ് കളിക്കുമ്പോഴേ അത്യാവശ്യം കാശ് കൈ കിട്ടുമായിരുന്നു. എങ്ങനെയായിരുന്നു അതിന്റെ ഒരു അവസ്ഥ, ഈ സെവൻസ് കളിയുടെ ഓർമ്മ? ബോയ്സ് കളിക്കണതിന്റെ ഫൈനലിന് തൊട്ട് മുമ്പ് ഗേൾസിന്റെ ഒരു കളി നടത്തും. അത് ഞങ്ങള് കണ്ണൂരും എറണാകുളം തമ്മിലായിരിക്കും എപ്പോഴും ഏറ്റുമുട്ടാറ്. അത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. എപ്പോഴും അങ്ങനെ ആയിരിക്കും. അല്ലെ വേറൊരു സ്ഥലം കിട്ടുകയാണെങ്കിൽ കളിക്കും. പക്ഷെ എറണാകുളം മസ്റ്റായിട്ട് അവർക്ക് വേണം. അവര് നിർബന്ധപൂർവ്വം കമ്മിറ്റിക്കാർ പറയും എറണാകുളം ടീം വേണം എന്ന് പറയും. ഈ ഒരു സെവൻസ് എന്ന് പറഞ്ഞാല് 40,000-45,000 ഓഡിയൻസ് ഉണ്ടാവും. ഭയങ്കര ഹരമുള്ള കളിയാണ് സെവൻസ്. ഈ ലൈറ്റില് രാത്രിയാണ് കളി. രാത്രി ഈ ലൈറ്റ് എല്ലാം തെളിഞ്ഞു കഴിയുമ്പോ തന്നെ അറിയാതെ ഇതുപോലത്തെ പന്തിന്റെ പാട്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ അറിയാതെ സ്കില്ലൊക്കെ ഇവിടുന്നൊക്കെ പറന്ന് വരുക. ഒരുപാട് പട്ടിണിയൊക്കെയുള്ള രാജ്യങ്ങളിലെ ഈ അവിടൊക്കെ ഈ ഫുട്ബോളിനോട് പ്രണയം, ഫുട്ബോൾ പ്രണയം ഒരുപാട്. ഫുട്ബോൾ ഇവിടെ തന്നെ ഈ ചിത്രത്തിൽ തന്നെ ഒരു സുഡാനി വന്ന് ഇവിടെ കളി നടത്തിയതാണ്. അപ്പൊ എന്താ തോന്നുന്നത് അതിനെ കുറിച്ച്? ഏത് രാജ്യത്തും ഫുട്ബോള് ഭയങ്കരമായിട്ട് പോപ്പുലർ ആയിട്ടുള്ള ഒരു ഇതല്ലേ സാറേ. അവര് കളിച്ച് തുടങ്ങി അത് നിർത്താൻ പറ്റില്ല. യഥാർത്ഥ കളി അത് തന്നെ. ഒരു മനുഷ്യന് സന്തോഷം കിട്ടുന്ന ഒരു ഗെയിമാണ്. ഒരു പ്രാവശ്യമെങ്കിലും കളിച്ച് ശീലമുള്ള ഒരാളും അതിൽ നിന്ന് പിന്മാറില്ല. ആ കളിയെ സ്നേഹിക്കും, കളിക്കും. അത് ഏത് പട്ടിണി രാജ്യത്താണെങ്കിലും അത് മാത്രം അവര് കോൺസെൻട്രേറ്റ് ചെയ്ത് കളിക്കണം എന്നുണ്ടെങ്കിൽ അതിനോട് അത്ര പ്രേമമുള്ളതുകൊണ്ട് തന്നെ. സാർ നേരത്തെ പറഞ്ഞ പോലെ ഫുട്ബോളിനെ പ്രേമിക്കുന്നത് കൊണ്ടാണ്. നമ്മൾ ഫുട്ബോളിനെ സ്നേഹിക്കുന്നവർ ഫുട്ബോൾ നമ്മുടെ അടുത്തോട്ട് വരും. അല്ല നമ്മ ബോൾ വിളിക്കുന്നിടത്തോട്ട് ചെല്ലേണ്ടി വരും. അങ്ങനെയാണല്ലേ? അതെ അതെ. സ്നേഹിക്കും തോറും അടുക്കും. അതെ അല്ലേ? ഓക്കെ, നമുക്ക് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോയാലോ? 60,000 രൂപയുടെ ചോദ്യമാണ്. ആയിക്കോട്ടെ സാർ. മോണിറ്റർ. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ കളിക്കുന്ന ഏത് ടീമാണ് ടാറ്റ സ്റ്റീൽ എന്ന കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളത്? ഓപ്ഷൻ എ കേരള ബ്ലാസ്റ്റേഴ്സ്, ഓപ്ഷൻ ബി ജാംഷഡ്പൂർ FC, ഓപ്ഷൻ സി ചെന്നൈയിൻ FC, ഓപ്ഷൻ ഡി മുംബൈ സിറ്റി FC. സാർ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ബ്ലൈൻഡ് ഫുട്ബോൾ കളിക്കാൻ പോയത് ആ സ്ഥലത്താണ്. പിന്നെ നമ്മുടെ ടീമിലെ 2-3 കുട്ടികൾക്ക് ഒരു ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയേക്കുന്നത് ആ സ്ഥലത്തുള്ള. താങ്കളുമായിട്ടുള്ള ബന്ധം
ഞാൻ ബ്ലൈൻഡ് ഫുട്ബോളിന്റെ അസിസ്റ്റന്റ് കോച്ചായിട്ട് ഇപ്പോൾ വർക്ക് ഉണ്ട്. ഗോൾ ഗൈഡ് എന്ന് പറയും. ഞാനാണല്ലോ ഇപ്പൊ UK ഇന്ത്യൻ ടീമിന്റെ കൂടെ വേൾഡ് അതായത് കണ്ണ് കാണാത്തവർ ഫുട്ബോൾ കളിക്കുക. അതെ. ഈ കാൽപന്ത് കളിയിൽ എങ്ങനെയാണ് കണ്ണ് കാണാത്തവർക്ക് കളി കാണാതെ കളിക്കാൻ പറ്റുന്നത്? ബോളിന്റെ ഉള്ളിൽ ഒരു ശബ്ദമുണ്ട്. എന്ത് വെച്ചിരിക്കും അതിന് ശബ്ദത്തിന്? അതൊരു ബെല്ല് വെച്ചിട്ടുണ്ട്. ബെല്ലുണ്ട്. ആ ബെല്ലില് ബോൾ ഉരുളും തോറും അതിനൊക്കെ വെയിറ്റ് കൂടുതലാണ്. സാധാ ബോളിനെക്കാളും വെയിറ്റ് കൂടുതലാണ്. ആ ബോള് ഉരുളുമ്പോ അതിന് ശബ്ദമുണ്ട്. ഇവർക്ക് കണ്ണ് പാർഷ്യലായിട്ട് കാണാമെങ്കിൽ പോലും ഇത് നമ്മൾ കോട്ടൺ വെച്ച് അടച്ചിട്ട് ഐ ഗാർഡും കൂടി വെക്കും. എന്നിട്ടാണ് നമുക്ക് ഗ്രൗണ്ടിലോട്ട് ഇറക്കണത്. അവരുടെ കണ്ണാണ് ഞാൻ. അതായത് ഇന്ത്യൻ ടീമിൽ ഇപ്പൊ ഒരു ഗോൾ ഗൈഡായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിരിക്കും അവരുടെ കാഴ്ച. കാരണം ഞാൻ ഇപ്പം ഇന്ത്യൻ നമ്മൾ വേൾഡ് കപ്പ് കളിച്ചു. ആദ്യത്തെ വേൾഡ് കപ്പ് ഇന്ത്യയിൽ നിന്നും വേൾഡ് കപ്പ് കളിച്ച വനിതാ ടീമിന്റെ ഒരു കോച്ചും കൂടി ആളുടെ ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അത് കളിച്ചത് UK അപ്പൊ ഞാൻ ഗോൾ ഗൈഡായിരുന്നു. അപ്പൊ നമ്മളിങ്ങനെ ബോള് വരുമ്പോ तुम्हारा धाई में बोले तो लेके भाई में आके तू मेरा आवाज सुन के मारना, मेरा आवाज सुन के मारना. ഞാൻ പറഞ്ഞാണ് നിങ്ങളുടെ ലെഫ്റ്റില് ബോൾ ഉണ്ട്, റൈറ്റിൽ ആളുണ്ട്. നീ ലെഫ്റ്റിൽ തന്നെ ബോൾ എടുത്തിട്ട് എൻ്റെ ഒച്ച കേൾക്കുന്ന ഭാഗത്തേക്ക് മാത്രം അടിക്കാൻ പറഞ്ഞാൽ അവരത് കൃത്യമായി ചെയ്യും, അത് ഗോളാകുകയും ചെയ്യും. നമ്മൾ ആംഗിൾ കവർ ചെയ്ത് കൊടുക്കുന്ന ഒരു ജോലിയും കൂടിയാണ് നമുക്ക്. അവരുടെ പോസ്റ്റിന്റെ പുറകിൽ നമ്മൾ നിൽക്കും, നമ്മുടെ പോസ്റ്റിന്റെ പുറകിൽ അവരുടെ ആളും ഉണ്ടാവും. ഒരു ഏരിയ കഴിഞ്ഞ് മാത്രമേ സംസാരിക്കാൻ പാടുള്ളൂ. എല്ലാ ടൈമിലും നമുക്ക് ഒച്ചെടുക്കാൻ പാടില്ല. ഗോൾ കീപ്പർ സൈറ്റഡ് ആയിരിക്കും. അത് രണ്ട് ടീമിൻ്റെയും ഗോൾ കീപ്പർ സൈറ്റഡ് ആയിരിക്കും. പക്ഷെ ആ ഗോൾ കീപ്പറിന് ഒരു ഏരിയ ഉണ്ട്. ആ ഏരിയയുടെ പുറത്ത് വന്ന് പിടിക്കാൻ പാടില്ല. വളരെ നാരോ ഏരിയ ആയിരിക്കും എപ്പോഴും. ചെറിയ സ്പേസ് മാത്രം അവർക്ക് യൂസ് ചെയ്യാൻ പാടുള്ളൂ, പുറത്തോട്ട് ഇറങ്ങാൻ പാടില്ല. പക്ഷെ ആ ഒരു ഗെയിം കളിച്ച നമ്മൾ ശരിക്കും ഭയങ്കര അത്ഭുതം തന്നെ സാറാ പിള്ളേർ കളിക്കണത്. അതെ, കൂട്ടിയിടിക്കുമെന്ന് പ്രതീക്ഷിക്കാതെ അവർ ഓടുന്ന ഓട്ടം കണ്ടാൽ നമ്മുടെ മനസ്സ് ഭയങ്കരമായിട്ട് വേദനിക്കും. കാരണം അവരൊന്നും പ്രതീക്ഷിക്കാതെ അവരാ ഓടുന്നത്. ആ ഓട്ടത്തിൽ ചിലപ്പോൾ ബോൾ കിട്ടും, ചിലപ്പോൾ കൂട്ടിയിടിക്കും. പക്ഷെ അവരെല്ലാം മറന്നിട്ടുള്ള ആ ഓട്ടം ബോളിന്റെ പുറകെ, അതും ഒരു ഫുട്ബോളാണെന്ന് സാറ് ഓർക്കണം. അതിലാ ഇത്ര ഇഷ്ടം. അപ്പൊ ഞങ്ങളുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ കളി നടന്ന സ്റ്റേറ്റിന്റെ ചാമ്പ്യൻഷിപ്പ് നടന്നത് ആ സ്ഥലത്താണ്. ഞാൻ സാറിനോട് ഉറപ്പായി പറയുന്നു, ബി ജംഷഡ്പൂർ. വേറെ വ്യത്യാസമില്ല. ഇല്ല, ജംഷഡ്പൂർ FC തന്നെയാണ് ടാറ്റ സ്റ്റീലിന്റെ അല്ലേ? യെസ് സാർ, ഉത്തരം ശരിയാണ്. ടാറ്റ സ്റ്റീലിന്റെ വലിയ സ്ഥാപനം തന്നെ ജംഷഡ്പൂരിലല്ലേ? അതെ അതെ. ഓക്കെ, അപ്പൊ 60,000 രൂപ കൈ കിട്ടി. 60,000 rupees. കുട്ടേട്ടൻ എന്തോ പറയാൻ ചുണ്ടനക്കുന്നുണ്ട്. സാറേ പറഞ്ഞോ. സീന CV, താങ്കൾ പണ്ടൊരിക്കൽ ഹോസ്റ്റൽ വാർഡനെ പേടിപ്പിച്ച് എന്തൊക്കെയോ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. സാറേ, അത് സ്റ്റേറ്റ് ടീമിന്റെ ക്യാമ്പ് നടക്കണേ നമ്മുടെ പത്തനംതിട്ടയില് മാർത്തോമ കോളേജിന്റെ. അതെ, തിരുവല്ല മാർത്തോമ കോളേജിൽ. അവിടുത്തെ കൊച്ചമ്മ, അദ്ദേഹത്തിന് ഭയങ്കര സൗണ്ടാണ് എപ്പോഴും. അപ്പൊ നമ്മൾ ആ ചെറുപ്പത്തിന്റെ ഇതിൽ ഞാൻ എന്ത് സാധനം ഈ പേടിപ്പിക്കുന്ന ഐറ്റംസ് ഒക്കെ മേടിക്കണ ഒരു കൂട്ടത്തിലാണ്. പിള്ളേരെ വെറുതെ പേടിപ്പിക്കാനുള്ള ചെറിയൊരു കുസൃതി. പക്ഷെ അന്ന് മേടിച്ചത് ഇത്തിരി കടന്ന കൈയായി പോയി. അതായത് ഒരു മുഖംമൂടിയൊക്കെ മേടിച്ചു. പിന്നെ ഒരു ചിരിക്കുമ്പോ പല്ലില് വെട്ടം വരുന്ന ഒരു സാധനമൊക്കെ വാങ്ങി. എനിക്ക് മേക്കപ്പ് ചെയ്യാതെ പോയി പേടിപ്പിച്ചാ പോരടിന്ന് കൂട്ടുകാർ ചോദിച്ചു. അത് തമാശയോടെയാണ് ചോദിച്ചതെങ്കിൽ പോലും ഞാനത് കരുതിയിട്ടുണ്ടായിരുന്നു. പിറ്റേ ദിവസം ന്യൂ ഇയർ ഒക്കെയാണ്. രാത്രി 12 മണിയായപ്പോ കൊച്ചമ്മയുടെ ഈ ഡ്രസ്സൊക്കെ ഇട്ട് ഈ മുഖംമൂടിയൊക്കെ വെച്ചിട്ട് പല്ലൊക്കെ കടിച്ചു പിടിച്ചിട്ട് ചെന്ന് വാതിലിട്ട് മുട്ടി. കൊച്ചമ്മ വാതിൽ തുറക്കലും അയ്യോ നിലവിളി അറയിൽ വീണ്. പക്ഷെ ഞാനത് ചെയ്യരുതായിരുന്നു. പക്ഷെ പിന്നെ ഓർത്തപ്പോ ഭയങ്കര പേടിയായി. കാരണം അദ്ദേഹം വീണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയൊക്കെ ചെയ്ത്. പിറ്റേ ദിവസം ഗ്രൗണ്ടിൽ വന്നപ്പോ ഇങ്ങനെ എല്ലാരും കുമ്പിട്ട് നിൽക്കണേ. സാർ ചോദിച്ചു, ആരാ ഇന്നലെ കൊച്ചമ്മനെ പേടിപ്പിച്ചെന്ന് ചോദിച്ചു. അപ്പൊ ആരും മിണ്ടുന്നില്ല. അന്ന് എല്ലാരും കൂടി 100 റൗണ്ട് ഓടിക്കോ, ആരാണെന്ന് പറഞ്ഞിട്ട് ഇന്ന് ഓട്ടം നിർത്തിയാൽ മതി എന്ന് പറഞ്ഞു. റെജിനോൾഡ് സാറായിരുന്നു അന്ന് ക്യാമ്പിൽ. അപ്പൊ ആ പിള്ളേർക്ക് 100 റൗണ്ട് ഓടാൻ മടിയായിട്ട് അവരെന്റെ പേര് പറഞ്ഞ് സീനയാണ് പേടിപ്പിച്ചെന്ന്. നല്ല പണിഷ്മെന്റ് കിട്ടി. പിന്നെ 100 റൗണ്ട് ഓടേണ്ടി വന്നു. ഓടിയാലും തളർന്ന് തകർന്ന് ഇതായി പോയി. മൈതാനത്തിൽ പട്ടാളച്ചിട്ടല്ലേ? അതെ അതെ. പിന്നെ ആരും പേടിപ്പിച്ചിട്ടില്ല. ഇല്ല, നന്നായി. അപ്പൊ ഇനി 70,000 രൂപയുടെ ചോദ്യത്തിലേക്ക് മോണിറ്റർ. ഫുട്ബോളിൽ ഒരു ടീം ഒരു മത്സരത്തിൽ ഗോൾ വഴങ്ങാതെ ഇരിക്കുന്നതിനെ എന്താണ് വിശേഷിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ക്ലീൻ ഷീറ്റ്, ഓപ്ഷൻ ബി ക്ലീൻ മിറർ, ഓപ്ഷൻ സി ക്ലീൻ വെൽ, ഓപ്ഷൻ ഡി ക്ലീൻ ഫേസ്. ക്ലീൻ ഷീറ്റ്. ഉറപ്പാണോ? കൂട്ടിക്കോ. ഓപ്ഷൻ എ ലോക്ക്ഡ്. ശരിയായിരിക്കുമോ? ശരിയാണ്. ടെൻഷൻ ഉണ്ടാവോ? ഇല്ല സാറേ. 70,000 രൂപയുടെ ചോദ്യമാണ്. ഇവിടേക്കൊന്ന് ചോദിക്കാം.
ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കണ്ട. ഇവിടെ സഹകരണം ഉണ്ടല്ലോ, ആ, അപ്പൊ ചെറിയൊരു ബോളൊക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ, അപ്പോ 70,000 രൂപയുടെ ചോദ്യമാണ് സി വി സീന. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് പറഞ്ഞ എന്റെ മൂക്കിന്റെ പാലൊടിച്ച് ചേർക്കുമായിരിക്കും. ഉത്തരം ശരിയാണ്. ഓക്കെ, താങ്ക്സ് സാർ. വെൽ ഡൺ. 70,000 റുപ്പീസ്. എന്താണ് താങ്കളുടെ ഏറ്റവും വലിയ ജീവിത ലക്ഷ്യം, ഒരു സ്വപ്നം, ഒരു ഡ്രീം? സാർ ഞാൻ പറഞ്ഞില്ലേ എനിക്കൊരു ഗ്രൗണ്ട് ഉണ്ടാക്കണം. ഗ്രൗണ്ട് ഉണ്ടാക്കണം. അതാ കുട്ടികൾക്ക്, ഏത് കുട്ടികൾക്ക് വേണ്ടിയാ അത്? കുറെ പാവപ്പെട്ട കുട്ടികളെ പഠിക്കും. പാവപ്പെട്ട കുട്ടികൾ, അവരെ നല്ല ചെറുതിനെ നിർധനരായ കുട്ടികൾക്ക് വേണ്ടി ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് ഉണ്ടാക്കണം. അതെ. അതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. അപ്പോൾ കായിക പ്രേമികൾക്കൊക്കെ വേണമെങ്കിൽ സഹായിക്കാം. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ പ്രേമികളുണ്ടാവും. ചിലപ്പോൾ സാക്ഷാൽ നമ്മുടെ IM വിജയൻ തൃശ്ശൂരിൽ നിന്ന് ചിലപ്പോൾ ജോയിൻ ചെയ്യുന്നുണ്ടാവും, കാണുന്നുണ്ടാവും. അപ്പോൾ ഈ ചോറ്റാനിക്കൽ എന്തോ ഒരു അക്കാഡമി തുടങ്ങിയിട്ടില്ലയോ? ഉണ്ട്, അക്കാഡമികൾ കുറെ ഉണ്ട്. ഉണ്ട്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും നടക്കുമെന്ന് വിശ്വസിക്കാം. അതെ സാർ. അപ്പോൾ നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് 80,000 രൂപയുടെ ചോദ്യം. 80,000 ഈസ്റ്റ് ബംഗാളിൽ കളിച്ചപ്പോൾ കിട്ടിയ പ്രതിഫലല്ലേ 80,000. അതിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇപ്പൊ ഉത്തരം ജയിച്ചാൽ 80,000 രൂപയാണ്. അന്ന് കിട്ടിയതിനു ശേഷം ഇനി 80,000 കൈകൊണ്ട് തൊട്ടിട്ടില്ലല്ലോ. അല്ല, അതൊക്കെ ഉണ്ട്. ഉണ്ടോ? ഇല്ലെന്ന് പറയാൻ ഇല്ല, പറ്റില്ല. ഇല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു 80,000 കൂടി ഇവിടെ നിന്ന് ജയിച്ചാൽ അതെടുത്ത് പറയണമല്ലോ. അപ്പൊ മോണിറ്റർ ഇനി പറയുന്ന ഏത് വ്യക്തിയാണ് ബ്രിട്ടീഷ് ഓഫീസേഴ്സ് മിസ്റ്റർ മക്കിൻഡോഷ് എന്ന് വിളിച്ചിരുന്നത്? ഓപ്ഷൻ എ KM കരിയപ്പ, ഓപ്ഷൻ ബി സാം മനേക്ഷ, ഓപ്ഷൻ സി രാജീവ് ഗാന്ധി, ഓപ്ഷൻ ഡി വിക്രം ബത്ര. നമുക്ക് അങ്ങോട്ട് പോണോ? വേറെ ആരാ ഞാൻ സഹായിക്കാം? പിടിവള്ളിയുണ്ട്, അവിടുത്തെ പിടിവള്ളിയുണ്ട്. അത് മാത്രമേ ഉള്ളൂ. കുട്ടേട്ടന്റെ ഒരെണ്ണം കൂടെ ഉണ്ടല്ലോ, ഒരു പിടിവള്ളി കൂടെ ഉണ്ട്. ഉണ്ടാ? ആ, ഒരെണ്ണല്ലേ എടുത്തോളൂ കുട്ടേട്ടാ. അതെ ബോസ്, ഒരു പിടിവള്ളി കൂടി ഉണ്ട്. ആ കുട്ടേട്ട അത് എടുത്തോളൂ, ഇനി ഒന്നും നോക്കാനില്ല. ലാസ്റ്റ് Okay, കളിയാ, boss. കലാശക്കളി ഇല്ലേ? സീന CV, ഇത് കുട്ടേട്ടന്റെ അവസാനത്തെ പിടിവള്ളി. 2 ഓപ്ഷൻ പറയും, അതിൽ 1 ശരി ഉത്തരമാണ്. B സാം മനേക്ഷ, D വിക്രം ബത്ര. എന്നാ കുട്ടേട്ടന്റെ ഒപ്പം പോകാം. ആ, ബി. ബി സാം മനീഷ. അദ്ദേഹത്തെ പൂട്ടുകയാണ്. ആ. ഏ, ഓക്കെയാണ്. ഓക്കെ ആണോ? ഓക്കെ. ഏ, ആ. ഒന്നും നോക്കാനില്ല. ഇല്ല. ഓക്കെ, അപ്പൊ ഓപ്ഷൻ ബി സാം മനേക്ഷ ഞാൻ ലോക്ക് ചെയ്തു. ആ, പ്രാർത്ഥിച്ചോ? പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയ്ക്ക് എപ്പോഴും ഫലം ഉണ്ടായിട്ടുണ്ടോ? ആ. ഏ, എപ്പ പ്രാർത്ഥിച്ചാലും. പക്ഷെ ഒരു തവണ തെറ്റിയല്ലോ, ഫലം ഇല്ലാതെ പോയില്ലേ? എപ്പോഴാ സാറേ? ഇപ്പൊ ഇല്ല. ഇല്ലയോ? ഉറപ്പാണോ? അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റാണ് എന്ന് എന്നെ കൊണ്ട് പറയിക്കണ്ട. ഉത്തരം ശരിയാണ്. സാമാന്വേഷ നിങ്ങൾക്ക് അറിയാമല്ലോ, സ്വതന്ത്ര ഇന്ത്യയിൽ അദ്ദേഹം ഫീൽഡ് മാർഷൽ ആയിരുന്നു. അന്ന് നമ്മുടെ 3 സേനയും ഒന്നിച്ച് കിടക്കുകയായിരുന്നു, അറിയാമല്ലോ. ഒരുപക്ഷെ നമ്മുടെ സൈനിക ബലമൊക്കെ ഇങ്ങനെ ആയി മാറാനും അത് ആധുനികവൽക്കരിക്കാനും ഒക്കെ ഒരുപാട് റോള് വഹിച്ച ആളാണത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്കിനി 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. 100,000 റുപ്പീസ്. 1 ലക്ഷം കിട്ടിയിട്ടുണ്ടോ? അത് ചോദിക്കാല്ലേ. 80,000 കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ, 1 ലക്ഷം കിട്ടിയിട്ടുണ്ട്. അത് എനിക്കൊന്ന് UK പൗണ്ട് കണക്കിനൊക്കെ എന്തെങ്കിലും കിട്ടി കാണുമോ? ഇല്ല സാറേ. ഇല്ലേ? ജോലി എടുത്ത് കിട്ടും. ജോലി എടുത്ത് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, റെഡി. അപ്പൊ നമുക്ക് 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. നമ്മളിനി അടുത്ത ലെവലിലാ കളി. അപ്പോ യഥാർത്ഥത്തിൽ താങ്കൾ ഉരുട്ടിയ ഫുട്ബോളിലെല്ലാം കണ്ണീരിന്റെ ട്രാക്കിലൂടെ ഉരുണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനൊരു ഇതിഹാസമുണ്ട്. 1 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് കടക്കുന്നു. നമ്മളിനി അടുത്ത ലെവലിലേക്ക്. കുട്ടേട്ടാ ഞങ്ങളെ ഒന്ന് ഉയർത്തും. ലെവൽ 3. അപ്പൊ മോണിറ്റർ പ്ലീസ്. അപ്പൊ അവിടേക്ക് നോക്കാം, വലിയ ലെവലിൽ കാണാം. 1 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. സൂക്ഷിച്ച് ഉത്തരം പറയണം. ചരിത്രത്തിൽ ആദ്യമായി ഏകദിന ക്രിക്കറ്റിൽ ഇരട്ട സെഞ്ചുറി നേടിയ പുരുഷ താരമായി സച്ചിൻ ടെണ്ടുൽക്കർ മാറിയപ്പോ ബൗൾ ചെയ്ത ദക്ഷിണാഫ്രിക്കൻ താരം ആരാണ്? ഓപ്ഷൻ എ JP ഡുമിനി, ഓപ്ഷൻ ബി റാൾഫ് വാൻ ഡെർ മെർ, ഓപ്ഷൻ സി വെയിൻ പാർണൽ, ഓപ്ഷൻ ഡി ചാൾസ് ലാംഗിൽ. ഇനി ഒരു പിടിവള്ളിയുണ്ട്. അതല്ലേ അവരോട് ചോദിക്കാം കേട്ടോ, നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. അറിയാമോ? ഡി അല്ലേ? ഓപ്ഷൻ ഡി. അപ്പൊ ഓപ്ഷൻ ഡി ആ പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ വിശ്വാസം ഉണ്ടോ? വിശ്വസിക്കാതിരിക്കാൻ പറ്റൂ, സർക്കാർ സർവീസ് അല്ലേ. എന്നാ വിശ്വസിച്ചേക്കാം. കൂട്ടോ ഞാൻ. ആ. തെറ്റിയ 8,000 രൂപ കിട്ടൂ. അയ്യോ. പിന്മാറിയാൽ 40,000. ഓപ്ഷൻ ഡി ഞാൻ പൂട്ടി. ആ.
അപ്പൊ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? വിധി പോലെ വരട്ടെ സാറേ. വിധി വിഹിതമേവനും ലംഘിച്ചു കൂടുമോ എന്ന് കവിവാക്യം. അതെ. ഓക്കെ, ഓപ്ഷൻ ഡി. നമുക്കൊന്ന് ഹാർട്ട് ബീറ്റ് ചെക്ക് ചെയ്യേണ്ടത് ഡെപ്യൂട്ടി കമ്മീഷണർ ഹാർട്ട് ബീറ്റ് അപ്പൊ ചെക്ക് ചെയ്യേണ്ടത്. പക്ഷെ നമുക്ക് കണ്ടസ്റ്റന്റ് എല്ലാം ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഒന്ന് ചെക്ക് ചെയ്ത്. ഓ 114, വലിയ കൂടുതലല്ല, വലിയ കുറവല്ല. ഓക്കെ, ഇതുപോലെ എപ്പോഴെങ്കിലും പറഞ്ഞ് തെറ്റിയിട്ടുണ്ടോ? ഇല്ലല്ലോ. എവിടെയാ നാടെന്നാ പറഞ്ഞേ? കോട്ടയം. കോട്ടയത്തും പരിസര പ്രദേശങ്ങളിലും സാമാന്യം ശക്തിയായി മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇടിവെട്ടി മഴ പെയ്യും അല്ലേ? അപ്പം മാത്രമല്ല, ഈ ഉത്തരം പറഞ്ഞതിന് ശേഷം 4 മണിക്കൂർ നേരം ജനങ്ങൾ പുറത്തിറങ്ങാതിരിക്കാനും കോട്ടയത്ത് സാധ്യത. ഓക്കെ, അപ്പൊ താങ്കൾ പറഞ്ഞ ഉത്തരം കോട്ടയത്തെ ഇടിവെട്ടും മഴയും ഒക്കെ ആയിട്ട് നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷണർ സഹായിച്ച പിടിവള്ളിയിൽ പറഞ്ഞു തോലക്കടോ എന്ന് താങ്കൾ പറയുന്ന മുഖഭാവം എനിക്ക് മനസ്സിലാകുന്നു. താങ്കൾ പറഞ്ഞ ഉത്തരം ശരിയാണ്. ഇതറിയായിരുന്നു ശരിക്കും? ഗസ് ചെയ്തതാണ്. കാരണം വിഷ്വൽ എനിക്ക് കാണാൻ പറ്റുന്നുണ്ടായില്ല. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഒന്നും കേട്ടിട്ടില്ല. പക്ഷെ സൗത്ത് ആഫ്രിക്കൻ താരം എന്ന് പറഞ്ഞുകൊണ്ടാ പേര് പറഞ്ഞു. അപ്പൊ നമ്മുടെ ഡെപ്യൂട്ടി കമ്മീഷൻ സ്ട്രോങ് ആ, അത് നമ്മ മനസ്സിലായല്ലോ. 2 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കടക്കുന്നു. 2 lakhs. സൂക്ഷിച്ചുത്തരം പറഞ്ഞോളണം കേട്ടോ. ക്വസ്റ്റ്യൻ പ്ലീസ്. ഏത് സൂപ്പർ ഹീറോയുടെ നാടാണ് ആഫ്രിക്കയിലെ സാങ്കല്പിക രാജ്യമായ ബെൻഗല? ഓപ്ഷൻ എ ബ്ലാക്ക് പാന്തർ, ഓപ്ഷൻ ബി ഡെഡ്പൂൾ, ഓപ്ഷൻ സി ഫാൻറ്റം, ഓപ്ഷൻ ഡി ഹൾക്ക്. ഇനി ഒറ്റയ്ക്ക് പറയണം, നമുക്ക് പിടിവള്ളിയൊന്നുമില്ല. കുട്ടേട്ടൻ രക്ഷപ്പെട്ടു, നമ്മുടെ കമ്മീഷണേഴ്സും രക്ഷപ്പെട്ടു. ഉറപ്പിക്കുന്നോ? അത് ഉറപ്പിക്കുന്നു. 2 ലക്ഷത്തിൽ വെച്ച് ഉറപ്പാ? 2 ലക്ഷം രൂപയുടെ മേളിൽ ഫാൻറ്റത്തിനെ എടുത്ത് വെയിറ്റ് ആയിട്ട് വെച്ചാൽ അത് പറക്കരുത്. പറക്കത്തില്ല. പൂട്ടോ? ലോക്ക്ഡ്. ലോക്ക്ഡ്. നമ്മുടെ സഹകാരികളുടെ മുഖം ഇപ്പൊ എങ്ങനെയാ? ഞാൻ നോക്കുന്നില്ല, എനിക്കാനുള്ള ധൈര്യമില്ല. ഇഷ്ടപ്പെടും. അങ്ങനെയാണ്. 2 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. അതിനുള്ള ഉത്തരമാണ് താങ്കൾ ഫാൻറ്റം എന്ന് പറഞ്ഞാൽ ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കല്യാണം കഴിച്ചോ? ഇല്ല സാറേ. ഇല്ല. എന്താ കല്യാണം കഴിക്കുന്നില്ല തീരുമാനിച്ച്? കല്യാണം കഴിച്ചവരുടെ ജീവിതം കണ്ടുകൊണ്ടാണ്. പക്ഷെ എല്ലാവരും അങ്ങനല്ല കേട്ടോ. കുറച്ച് ആൾക്കാരൊക്കെ വലിയ കുഴപ്പമില്ലാതെ രക്ഷപ്പെട്ട് നടക്കുന്നുണ്ട്. അല്ല, അതിലൊരു പേടിയുണ്ടോ നമുക്ക് കല്യാണത്തിലേക്ക് കയറാനുള്ള ഒരു പേടി? കഴിച്ചവര് അനുഭവിക്കുന്ന വിഷമങ്ങള് കുറെ കണ്ടിട്ടുണ്ട്, അമ്മ അടക്കം. അതുകൊണ്ട് അതൊരു വഴിക്ക് പോകണ്ടെന്ന് വെച്ച് മനസ്സമാധാനമെങ്കിലും ഉണ്ടാവല്ലോ. റീതിങ്കിങ് ഒന്നും ഇല്ലല്ലോ. ഇല്ല. അപ്പൊ കുട്ടേട്ടൻ എന്തോ പറയുന്നു. കുട്ടേട്ടാ. സീന CV, താങ്കൾ കൊച്ചുകുട്ടികളെ പോലെ പാട്ടുപാടും, സംസാരിക്കും എന്നെല്ലാം കുട്ടേട്ടൻ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ടിൻഡുമോനെ പോലെ സംസാരിച്ചിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവമില്ലേ? സാറേ, ഞാൻ കുറച്ച് നാള് ഒരു 5-8 വർഷം ഞാനൊരു വേറെ മുസ്ലിം സമുദായത്തിലെ ഒരു കുടുംബം നോക്കാൻ ഞാൻ പോയി നിന്നിട്ടുണ്ട്. അവരുടെ കുഞ്ഞുങ്ങൾ ചെറുതായിരുന്നു, അവര് വലുതാകുന്നവരെ അവിടെയായിരുന്നു. എന്റെ സെയിൽ ടാക്സ് ഓഫീസിലെ ഉദ്യോഗസ്ഥയാണ്. ഇപ്പൊ ഇൻസ്പെക്ടറാണ്. സാജിദ എന്നാണ് പേര്. അവരുടെ മക്കൾ ഒരെണ്ണം സിത്താര, പിന്നെ ഒരെണ്ണം സാലിഹ. അപ്പൊ അവരുടെ കൂട്ടത്തിൽ അവരെ നോക്കാൻ ചെന്ന് നിന്നിട്ട് ഞാൻ അവരുടെ ഏറ്റവും ഇളയ കൊച്ചിനെ പോലെ അവർ കാണുന്നത്. ഒരു ടിൻഡുമോൻ പേരിട്ടിട്ട് അവർ വിളിക്കും എപ്പോഴും. എനിക്ക് വേറൊരു സൗണ്ടിൽ ഞാൻ സംസാരിക്കും. എന്നോടൊന്ന് സംസാരിച്ച് ഞാൻ നോക്കട്ടെ. എല്ലാവരെയും അവർ പറയുമ്പോ തന്നെ കേക്കും. ഞാൻ ചോദിക്കുമ്പോ തന്നെ തരും. എന്ത് ചോദിച്ചാലും തരും. അപ്പൊ അവരെന്നെ ടിൻഡുമോൻ എന്ന് വിളിച്ചു. വിളിച്ചത് വാവയായിപ്പോയി. അങ്ങനെ പിന്നെ പാട്ടൊക്കെ പാടും, കളിക്കും. അവരുടെ കൂടി ഇത്തത്തമാരെന്ന വിളിക്കണം. ഇത്തത്തമാരുടെ കൂടി കളിക്കും, പാട്ട് പാടും. അപ്പൊ അവരെന്നെ അടുത്ത് നടക്കും. അങ്ങനെ ഞാൻ ചെറുതായിപ്പോയി. ഓക്കെ, സൂപ്പർ ആയിട്ടുണ്ടല്ലോ. ഓക്കെ, എന്നിട്ട് പാട്ട് പാടോ ഈ ശബ്ദത്തില്? ആണോ? എങ്ങനെയാ ഒന്ന്? എല്ലാ സ്നേഹത്തിലും ഏറ്റവും യോഗ്യനാമൻ നല്ല ദൈവമേ നമ്മ സ്വരൂപ, എല്ലാ സൃഷ്ടികളെക്കാളും ഉപരിയായി നിന്നെ സ്നേഹിച്ചിടുന്നിതാ ഞാൻ. ഓക്കെ, താങ്ക് യു. അപ്പൊ നമ്മള് ഫാൻറ്റത്തെ പൂട്ടി വെച്ചിരിക്കുകയാണ്. ഫാൻറ്റത്തെ നമ്മൾ തുറന്നു വിടുന്നു. നമ്മൾ റിലീസ്ഡ്. ഓപ്ഷൻ സി ഫാൻറ്റം. താങ്കൾ പറഞ്ഞ ഉത്തരം തെറ്റ് ശരി. തെറ്റ് ശരി. ഏതിലേക്കാണ് ഞാൻ പോകേണ്ടത്? ഇത് തെറ്റ്, ഇത് ശരി.
ഇതിലേക്ക് തന്നെ പോകണം. പക്ഷെ ഇതാണ് സത്യമെങ്കിലോ പിന്നെ തലവിധി അല്ലേ? അപ്പം നല്ല 2 വിരലാ കേട്ടോ, എൻ്റെ ആന്ന് പറയത്തില്ല. അവിടെ ശരിയാണല്ലോ. 2 ലക്ഷം രൂപ കിട്ടി. കൊള്ളാല്ലേ? ഐഡിയ കൊള്ളാം. നീ അങ്ങ് ലക്ഷക്കണക്കിന് പോയാൽ 1 കോടിയിലെത്തും. 6ാം ലെവലിലെത്തുമ്പോൾ നമ്മുടെ റൂഫിൽ തല മുട്ടിയാൽ 1 കോടിയുടെ മഴ പെയ്തു. അപ്പൊ നമുക്കിനി 3 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്ക് 3 lakhs, be serious, 300,000. ഇത് ഇത്രയും കിട്ടിയിട്ടുണ്ടായിരുന്നു. ഒന്നിച്ച് കിട്ടിയിട്ടുണ്ടോ? എന്റെ അമ്മോ, എന്റെ ഓരോരോ കാൽക്കുലേഷൻ പെശകുന്നു. ഓക്കെ, റെഡി. ഞാൻ 80,000 കിടക്കാം എപ്പോഴും മനസ്സ്. അതിന് ഈസ്റ്റ് ബംഗാളിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല ഇതുവരെ ഇങ്ങോട്ട്. ലോൺ എടുത്തിട്ട് ഞാൻ അയ്യോ അതല്ല, ലോൺ എടുത്താൽ നമുക്ക് ബാങ്ക് കൊണ്ട് പണയം വെച്ച് കഴിഞ്ഞാൽ എത്ര രൂപ കിട്ടും? അങ്ങനെ കിട്ടിയിട്ടുണ്ടല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞതല്ല, നമുക്കൊരു പ്രതിഫലമായിട്ട് പ്രതിഫലം കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് നോക്കാം 3 ലക്ഷം കിട്ടുമെന്നുള്ളത്. ചോദ്യത്തിലേക്ക്. ഇനി പറയുന്നവയിൽ ഏത് ജീവിയുടെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് 1995 നാസയുടെ ഒരു സ്പേസ് ഷട്ടിൽ വിക്ഷേപണം മുടങ്ങിപ്പോയത്? ഓപ്ഷൻ എ കഴുകൻ, ഓപ്ഷൻ ബി ബീവർ, ഓപ്ഷൻ സി മരംകുത്തി, ഓപ്ഷൻ ഡി ചിമ്പാൻസ്. 3 ലക്ഷം രൂപയുടെ ചോദ്യമാണ്. കമ്പോള നിലവാര അവലോകനം പറയട്ടെ. വിജയിച്ചാൽ 3 ലക്ഷം, തെറ്റിയാൽ 20,000, പിന്മാറിയാൽ 1 ലക്ഷം. പക്ഷെ ശരി ഉത്തരം പറഞ്ഞാൽ 3 ലക്ഷം. അപ്പൊ എന്താ തീരുമാനിക്കുന്നത്? ഉറപ്പിക്കട്ടോ? അതാണോ മരംകുത്തിയാണോ? മരംകുത്തിയാണെന്ന് എന്റെ സംശയം. ഇപ്പൊ ടെൻഷൻ നോക്കട്ടെ. കുട്ടിയേട്ടാ, ഇദ്ദേഹത്തിന് ടെൻഷൻ ഉണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. അത്യാവശ്യം വന്നിട്ടുണ്ട്. ഇനിയിപ്പോ ലോക്ക് ചെയ്യട്ടെ. ഞാൻ മരംകുത്തി ലോക്ക് ചെയ്തു. ഞാൻ ലോക്ക് ചെയ്തു. ലോക്ക്. എന്താ ചെയ്യ? നമ്മളിങ്ങനെ കയറി മേളി വരെ ചെന്നിട്ട് നമ്മൾ നിൽക്കുക. നമ്മളൊരു ചാട്ടം ചാടിയോ അതോ അവിടെ നിന്ന് വിജയിച്ചോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. പിന്മാറിയ 1 ലക്ഷം രൂപയായിരുന്നു. അവിടുത്തെ ഒരു അവസ്ഥ എങ്ങനെയാ? 6ാം വാർഡിൽ ആഭ്യന്തര കലകത്തിലേക്കാണോ? മോളെന്താ പറയുന്നേ? ശരിയാണ്. ശരിയാകണമെന്ന് ആഗ്രഹമാണോ? ആഗ്രഹമാണ്. ദൈവം കൈവിടൂല. ശരിയാണ്. നിങ്ങൾ വിഷമിക്കണ്ട. കാര്യം ഇതൊരു മത്സരമാണ്. എപ്പോഴും നമ്മളൊരു മത്സരത്തിൽ എപ്പോഴും വിജയിക്കണം അല്ലേ? നമ്മളെ ഗ്രൗണ്ടിൽ നമ്മൾ കരഞ്ഞിട്ടില്ലേ? എത്രയോ തവണ നമ്മൾ കളിച്ചു തോറ്റിട്ടുണ്ട്. തോൽവിക്കാരനെ പലതും പഠിക്കാനുണ്ട്. അപ്പൊ ഈ കളിയിൽ നമ്മൾ തോൽക്കുന്നില്ല. ഉത്തരം ശരിയാണ്. അപ്പൊ 3 ലക്ഷം രൂപ കിട്ടിയിട്ടുണ്ട്. അതായത് ഈ നാസ ഈ സ്പേസ് ഷട്ടിൽ പണിഞ്ഞു വെച്ചിട്ടേ ഒരു മരംകൊത്തി വന്ന് അതിന്റെ ഉള്ളിൽ കയറി കൊത്തി അത് ചീത്തയാക്കിയൊന്നും അവർ അറിഞ്ഞിട്ടില്ല. അവസാനം വന്ന് നോക്കുമ്പോഴാ ഷട്ടിലാ കുളമായിപ്പോയി. അങ്ങനെ അത് ഒരു മരംകൊത്തി കാരണം ഒരു സ്പേസ് ഷട്ടിലിന്റെ വിക്ഷേപണം മുടങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് നമുക്കൊരു ഗുണമുണ്ടായി. ആ വിക്ഷേപണം മുടക്കിക്കൊണ്ട് 3 ലക്ഷം രൂപ നമ്മുടെ അണ്ടാവിലോട്ട് വന്നു. ഓക്കെ, റെഡി. ഇനി നമുക്ക് 5 ലക്ഷം രൂപയുടെ ചോദ്യത്തിലേക്കാണ്. 5 lakhs. ക്വസ്റ്റ്യൻ പ്ലീസ്. നഗ്നരും നരഭോജികളും എന്ന പുസ്തകത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ സംവിധായകൻ ആരാണ്? ഓപ്ഷൻ എ രഞ്ജിത്ത്, ഓപ്ഷൻ ബി ഷാജി കൈലാസ്, ഓപ്ഷൻ സി വേണു, ഓപ്ഷൻ ഡി സത്യനന്ദിക്കാട്. അങ്ങോട്ട് നോക്കരുത്, അങ്ങോട്ട് നോക്കിയേ ചെയ്യരുത്. ഇനി ഒരൊറ്റ നോട്ടേ ഉള്ളൂ. അത് സ്ക്രീനിലേക്കും എന്റെ മുഖത്തേക്കും. കമ്പോള നിലവാര അവലോകനം. പിന്മാറിയാൽ 1 ലക്ഷം, തെറ്റിയാൽ 30,000 രൂപ, വിജയിച്ചാലോ 5 ലക്ഷം രൂപ, 500,000 rupees. പിന്മാറണാണ് സാറേ. പക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്ന പേര് ഷാജി കൈലാസ്. ഏതെങ്കിലും ഒരു തീരുമാനം എടുത്തിട്ട് ഞാൻ ചോദിക്കാം. തീരുമാനം ഒന്നെടുക്കൂ. 1, 2. പിന്മാറുന്നു, തുടരുന്നു, പിന്മാറുന്നു. അപ്പോ CV സീന എന്ന ഫുട്ബോൾ ഇതിഹാസം, കണ്ണീർ ചാലുകൾ ചാടിക്കടന്ന ഫുട്ബോൾ ഇതിഹാസമായി മാറിയ CV സീന, താങ്കൾ ഈ വേദിയിൽ നിന്ന് പിന്മാറുന്നു. ഇപ്പോൾ 1.5 ലക്ഷം രൂപ താങ്കളുടെ ഖജനാവിലുണ്ട്. ഇനി ഒരു ഉത്തരം പറഞ്ഞു. സത്യനന്ദിക്കാട് അല്ലെങ്കിൽ ഷാജി കൈലാസ്. ഒരാളെ എടുക്കൂ ഞാൻ. രഞ്ജിത്ത് കുറെ പുസ്തകങ്ങൾ എഴുതും, പക്ഷെ വേറെയാ. ഓക്കെ, ഓപ്ഷൻ സി വേണുവാണ് ശരി ഉത്തരം. നമ്മുടെ 5 ലക്ഷം കൊണ്ടുപോയത് വേണുവാണ്. അപ്പൊ അദ്ദേഹം സംവിധായകനാണ്. അതേസമയം അദ്ദേഹം നല്ല ഏറ്റവും അറിയപ്പെട്ട ഒരു ക്യാമറമാൻ കൂടിയായിരുന്നു. അപ്പൊ ഇനിയിപ്പോ ഏതെങ്കിലും ഒരു വേൾഡ് കപ്പ് കളിക്കാൻ സാധ്യതയുണ്ടോ? താങ്കളല്ല, ഇന്ത്യ തീർച്ചയായിട്ടും കളിക്കും. ശുഭപ്രതീക്ഷയാ. താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഫുട്ബോൾ താരം ആരാ? എന്റെ IM വിജയൻ സാറിന്. വിജയനാ. നമ്മൾക്ക് IM വിജയൻ തുടങ്ങി അവിടെ അവസാനിക്കുന്നതാണ് നമ്മുടെ ഫുട്ബോൾ ചരിത്രമല്ലേ?
IM വിജയൻ, ഇതിൽ കൂടുതൽ താങ്കൾക്ക് എന്താ വേണ്ടത്? ഇന്റർനാഷണൽ ഏത് ഫുട്ബോൾ താരത്തോടാ താല്പര്യം? എനിക്ക് പെലെ. പെലെയായിട്ട്. താങ്കളുടെ ജീവിതത്തിലെ വേറൊരു ആഗ്രഹം ഞാൻ കേട്ടത് മോഹൻലാലിനെ നേരിട്ട് കാണണമെന്നാണ്. അതെ. എന്താ കാണാൻ ഇതുവരെ? കൊച്ചി തന്നെയല്ലേ താമസിക്കുന്നത്? അദ്ദേഹത്തിനെ കണ്ടിട്ടില്ല. ഭയങ്കര ഇഷ്ടമാണ്. ആണല്ലേ? അപ്പൊ നമുക്ക് ആ ആഗ്രഹം നമുക്ക് പൂർത്തിയാക്കണം. നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, സനൽകുമാർ എന്ന് പറഞ്ഞു, ചാട്ടക്കൊണ്ടൊക്കെ അദ്ദേഹം നമ്മുടെ കമ്പനിയുടെ ഒരു ചാട്ടക്കൊണ്ടാ. അപ്പൊ അദ്ദേഹത്തോട് ഞാനിത് പറയും, താങ്കൾക്ക് ഇങ്ങനെ ആഗ്രഹം ഉണ്ടെന്ന്. അപ്പൊ നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാലിനെ ഒരിക്കലും അദ്ദേഹം കാണിച്ചു തരും. എന്റെ വില കളയരുത്, കാണിച്ചു കൊടുക്കണം കേട്ടോ. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ എന്തായാലും വളരെ സന്തോഷം താങ്കളെ പരിചയപ്പെടാൻ പറ്റിയതിൽ. ഇങ്ങനെ ഇതുവരെ കേട്ടറിവേ ഉള്ളായിരുന്നു, കണ്ടറിഞ്ഞത് ഇപ്പോഴാണ്. നല്ല ശൈലിയുള്ള ഓക്കെ. ഇതൊക്കെ ജീവിക്കാനുള്ള ഓരോ പയറ്റ്. ഓക്കെ കുട്ടേട്ടാ. ലെവൽ 1. ഹായ് സീന, നമുക്കൊരു ചെറിയ സർട്ടിഫിക്കറ്റ് ഉണ്ട്. ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് കയ്യിലുണ്ടല്ലോ, അതിന്റെ കൂടെ ഇതും കൂടെ ഫ്രെയിം ചെയ്ത് വെച്ചേക്കുക. ഓക്കെ. അപ്പൊ സന്തോഷം. കളിക്കളത്തിൽ ഇനി തകർക്കുക. ഓക്കെ. അപ്പൊ നേരെ പോയി കഴിഞ്ഞാലേ നമുക്കങ്ങ് GST ഓഫീസിലെത്താം. ഓക്കെ, താങ്ക് യു. ചിലരുടെ ജീവിതം അങ്ങനെയാണ്, കണ്ണുനീരും കിനാവും ഒന്നിച്ചു പോകും. പക്ഷെ കണ്ട കിനാക്കളൊക്കെ ഒരു കാലത്ത് സാക്ഷാത്കരിക്കാൻ അവർ തന്നെ പാടുപെടും. അങ്ങനെ ഒരു കഥയാണ് CB സേനയുടേത്. ഗുഡ് ബൈ.